ചരമോപചാരം. ജൂലൈ 30 വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നീ പ്രദേശങ്ങളിലാണ് അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയത്ത് ഉരുൾപൊട്ടലുണ്ടായത്. 403 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണിത്. അതേ ദിവസം തന്നെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടും ഉരുൾപൊട്ടുകയുണ്ടായി. ഒരു ജീവൻ പൊലിയുകയും നിരവധി വീടുകൾ ഒലിച്ചു പോകുകയും അതിലേറെ വീടുകൾക്ക് കേടുപാടുകളും സംഭവിക്കുകയും വ്യാപകമായ കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഇത്രയും മനുഷ്യജീവനുകൾ കവർന്ന മറ്റൊരു ദുരന്തത്തെ കേരളത്തിന് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. തോരാതെ പെയ്ത മഴയും 1 മണിക്കൂറിൽ പെയ്ത മഴയുടെ അളവിലുള്ള അഭൂതപൂർവമായ വർധനയുമെല്ലാം ഈ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുണ്ട്. കര കവിഞ്ഞും ദിശ മാറിയും ഒഴുകിയ പുഴ സമീപ പ്രദേശങ്ങളെയാകെ തുടച്ചെടുത്താണ് ഒഴുകി നീങ്ങിയത്. പാലം തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടും പ്രതികൂല കാലാവസ്ഥയും മറ്റും കാരണം രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയായി. പ്രകൃതി സൗന്ദര്യം കൊണ്ട് എപ്പോഴും നമ്മെ മാടി വിളിച്ചിരുന്ന ചൂരൽമലയും മേപ്പാടിയും അടക്കമുള്ള നമ്മുടെ വയനാടൻ ഗ്രാമങ്ങൾ താങ്ങാനാകാത്ത ഹൃദയവേദനയായി മാറി. കേരളത്തിനുണ്ടായി ഈ ഉണങ്ങാത്ത മുറിപ്പാട് നമ്മളെല്ലാം നീറ്റുന്നുണ്ട്. മഴ കനക്കുമ്പോഴെല്ലാം മനം കലക്കുന്ന ഭീതിതമായ ഓർമ്മകൾ ബാക്കിയാക്കുന്ന ഒന്നായി വയനാട് ദുരന്തം. 100 കണക്കിന് ജീവനുകളാണ് മണ്ണിനടിയിലായത്. ഓരോ ദിവസം പിന്നിടുമ്പോഴും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരുന്നപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത കൂടുതൽ വെളിപ്പെടുകയായിരുന്നു. സന്നദ്ധ പ്രവർത്തകർ കണ്ടെത്തിയ ഏതാനും ശരീരഭാഗങ്ങളിലൂടെ തങ്ങളുടെ മരണമറിയിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പകച്ചു നിൽക്കുന്ന സഹോദരങ്ങളോടൊപ്പം നമ്മുടെ എല്ലാം മനസ്സ് പിടഞ്ഞു. പുറത്തു വന്നുകൊണ്ടിരുന്ന വാർത്തകൾ കേരള ജനതയാകെ പരിഭ്രാന്തിയിലാഴ്ത്തുന്നതായിരുന്നു. ആദ്യം ഉരുൾപൊട്ടലുണ്ടായപ്പോൾ താൻ ജോലി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് വിളിച്ച നീതു ജോർജിയെക്കുറിച്ചുള്ള വാർത്ത പിന്നീട് വായിച്ചപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട എത്രയോ പേരുടെ നിലവിളിയാണ് ഉള്ളിൽ വന്നലയ്ക്കുന്നത്. നാടിൻ്റെ പൊന്നോമനകളായി വളർന്ന വെള്ളാർമല GVHSSലെ കുരുന്നുകൾ, അവരെക്കുറിച്ച് അധ്യാപകരും നാട്ടുകാരും നിരന്തരം പങ്കുവച്ച ഓർമ്മകൾ എന്നിവ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ഓരോ മലയാളിയും ഏറ്റുവാങ്ങിയത്. ഒരു കുടുംബം ഒന്നാകെ നഷ്ടപ്പെടുന്നതിനേക്കാൾ നടക്കുന്നതാണ് കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട ഒറ്റയ്ക്കായ ശ്രുതിയെപ്പോലുള്ളവർ. അമ്മയെ വേർപിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഓർത്ത്, മക്കൾ നഷ്ടപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളെ ഓർത്ത്, എല്ലുമുറിയെ പണിയെടുത്ത് സ്വരുക്കൂട്ടിയതും വളർത്തുമൃഗങ്ങളും ഭൂമിയും അടക്കം എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിന്ന മനുഷ്യരെ ഓർത്ത് ഒരു തേങ്ങൽ എല്ലാവരുടെയും തൊണ്ടയിൽ കുടുങ്ങിയിരിക്കണം. മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത വാർത്തകൾ അപ്രത്യക്ഷമായെങ്കിലും ദുരന്തബാധിതരുടെ അതിജീവനത്തിനായി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾ ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. പരിപൂർണമായും തുടച്ചു നീക്കപ്പെട്ട ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാതെ രക്ഷാപ്രവർത്തനത്തിന് കേരളമൊന്നാകെ മുന്നിട്ടിറങ്ങുകയായിരുന്നു. സൈന്യവും പോലീസും ഫയർഫോഴ്സും വനപാലകരും മാത്രമല്ല, സന്നദ്ധ സേനകളും മറ്റ് യുവജന സംഘടനകളും സർക്കാർ ജീവനക്കാരും നാട്ടുകാരുമെല്ലാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിൽ അണിനിരന്നു. ദുരന്തബാധിതരെ സഹായിക്കാൻ ലോകത്തെമ്പാടുന്ന മനുഷ്യസ്നേഹികൾ മുന്നോട്ട് വന്നു. കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത്. കൂലിപ്പണിക്കാർ മുതൽ അതിസമ്പന്നർ വരെ സഹായം നൽകി. ദുരന്തത്തിൻ്റെയും രക്ഷാപ്രവർത്തനത്തിൻ്റെയും വാർത്തകൾ അഭിനന്ദനാർഹമായ രീതിയിലാണ് മാധ്യമങ്ങൾ നൽകിയത്. എന്നാൽ ഊർജിതമായി നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. 1 മാസം തികയുന്നതിന് മുമ്പേ ദുരന്തബാധിതരെ ക്യാമ്പുകളിൽ നിന്ന് വാസസ്ഥലമുണ്ടാക്കി പുനരധിവസിപ്പിച്ചതിന് വലിയ വാർത്തയാവേണ്ട മാതൃകാപരമായ ഒരു കാര്യമായിരുന്നു. ദുരന്തത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെ മലയാളികൾ നോക്കിക്കാണുന്നത്. അടിക്കടി ഉണ്ടാവുന്ന ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, നാഷണൽ സിസ്മിക് സെൻറ്റർ, ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ സെൻ്ററുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളുമുള്ള പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുന്നത് നന്നാവും. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നതിന് ആവശ്യമായ പഠനം നടത്താനും തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന പ്രദേശങ്ങളിൽ നിന്നും ജനതയെ പൂർണ്ണമായും മാറ്റി പുനരധിവസിപ്പിക്കാൻ പാക്കേജും ആവശ്യമാണ്. ഇനിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ നടക്കേണ്ട ചർച്ചയല്ല ഇത്. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരം ദുരന്തങ്ങളിൽ മനുഷ്യർക്ക് മറ്റ് ജീവജാലങ്ങൾക്കും ജീവഹാനി ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള മുൻകരുതലുകൾ
കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും കൂടിയാലോചനകളുടെയും രൂപപ്പെടുത്തി സമയബന്ധിതമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഉറ്റവരെയും ഒടിയവരെയും നഷ്ടപ്പെട്ട മനുഷ്യരുടെ അത്യാഘാതമായ ദുഃഖത്തിൽ കേരള നിയമസഭയും പങ്കുചേരുന്നു. നാടിന് നടുക്കിയ പ്രകൃതി ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം മഹത്തായ മാനവികതയുടെ അടയാളമായി വയനാടിനെയും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മേഖലയും കരകയറ്റാൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രയത്നിച്ച വിവിധ വിഭാഗം സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളോടും സർക്കാർ സംവിധാനങ്ങളോടും രാഷ്ട്രീയ കക്ഷികളോടുമെല്ലാമുള്ള എല്ലാവിധ ആദരവുകളും അർപ്പിക്കുന്നു. സർ, എല്ലാ ഭാഗവും ചേർന്നുകൊണ്ടുള്ള സമഗ്രമായ പരാമർശമാണ് അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പൂർണ്ണമായും അതിനോട് യോജിക്കുന്നു. വലിയ തോതിൽ കൂട്ടിച്ചേർക്കാനില്ല എന്താണ് വസ്തുത. വിശദമായി തന്നെ കാര്യങ്ങൾ അങ്ങ് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ 2024 ജൂലൈ 30 പുലർച്ചെ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് സൃഷ്ടിച്ചത്. ഒരു പ്രദേശമാകെ തകർന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാജ്യത്ത് ഇന്നുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് ഈ ദുരന്തം. ദേശീയ അന്തർദേശീയ തലങ്ങളിലെ ശാസ്ത്രജ്ഞർ ചേർന്ന് പ്രസിദ്ധീകരിച്ച ശാസ്ത്രലേഖനത്തിൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ 5.72 ദശലക്ഷം ഘനമീറ്റർ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 32 മീറ്റർ വരെ ഉയരത്തിലാണ് അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രാദേശികമായി ഉണ്ടാകുന്ന അതിതീവ്ര മഴയാണ് ഈ ഉരുൾപൊട്ടലിന് കാരണമായത്. ഈ പ്രദേശത്തോട് ഏറ്റവും അടുത്തുള്ള കള്ളാടിയിലെ ഔദ്യോഗിക മഴ മാപിനിയിൽ ജൂലൈ 29 200.2 മില്ലിമീറ്ററും 30 372.6 മില്ലിമീറ്ററും മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നീ സ്ഥലങ്ങളെ നേരിട്ട് ബാധിച്ച ഈ ദുരന്തത്തിൽ 231 ജീവനുകൾ നഷ്ടപ്പെടുകയും 47 വ്യക്തികൾ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 145 വീടുകൾ പൂർണ്ണമായും 170 ഭാഗികമായും തകർന്നു. 240 വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും 183 വീടുകൾ ഒഴുകിപ്പോവുകയും ചെയ്തു. ശാസ്ത്രീയ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ കൂടുതൽ വീടുകളുണ്ട്. കടകൾ, ജീവനോപാധികൾ, വാഹനങ്ങൾ, കൃഷി, വളർത്തുമൃഗങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ചുരുങ്ങിയത് 1200 കോടി രൂപയുടെ നഷ്ടമെങ്കിലും മേപ്പാടിയിൽ ഉണ്ടായിട്ടുണ്ട്. സർ, ഇതേ ദിവസം തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാടിലും ഉരുൾപൊട്ടലുണ്ടായത്. കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം 48 മണിക്കൂറിൽ 307 മില്ലിമീറ്റർ മഴയാണ് വിലങ്ങാടിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അവിടെ ഒരു വിലപ്പെട്ട ജീവനും വീടുകൾ, കടകൾ, ജീവനോപാധികൾ, വാഹനങ്ങൾ, കൃഷി, വളർത്തുമൃഗങ്ങൾ എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം ചേർന്ന് ചുരുങ്ങിയത് 217 കോടി രൂപയുടെ നഷ്ടമെങ്കിലും വിലങ്ങാടിൽ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ്റെ ഇടപെടലുകൾ ഒട്ടും തന്നെ ഇല്ലാത്തതും വനത്തിനുള്ളതുമായ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പ്രദേശങ്ങളെപ്പോലും തകർത്ത് തരിപ്പണമാക്കിയാണ് മേപ്പാടിയിൽ ഉരുൾപൊട്ടിയിറങ്ങിയത്. വിലങ്ങാടിലും മേപ്പാടിയിലും ജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ ഭരണ സംവിധാനങ്ങളുടെയും ജാഗ്രതയുടെ ഫലമായി നിരവധി ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മേപ്പാടിയിലെ ദുരന്തത്തെ അതിജീവിച്ച 794 കുടുംബങ്ങൾ നിലവിൽ വാടക വീടുകളിലാണ് താമസിക്കുന്നത്. വിലങ്ങാടിൽ 30 കുടുംബങ്ങളാണ് വാടക വീടുകളിൽ കഴിയുന്നത്. മേപ്പാടിയിലെ അതിജീവിതർക്കായി സുരക്ഷിതമായ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. വിലങ്ങാടിലും സമഗ്രമായ പുനരധിവാസം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. രണ്ടിടങ്ങളിലെയും അതിജീവിതർക്ക് വേണ്ട അടിയന്തര സഹായങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട്.
ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഫലമായി അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന നാടായി കേരളം മാറുന്നു. ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള കേന്ദ്രീകൃത ഗവേഷണങ്ങൾ നടത്താനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുമുണ്ട്. കാലാവസ്ഥാ പ്രവചനം ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ റഡാറുകൾ ഉൾപ്പെടെ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ കേരളത്തിന് ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടൽ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിന് ദേശീയ ഏജൻസികളുടെ ഗവേഷണം ശക്തിപ്പെടുത്തണമെന്നും അവയുടെ പ്രാദേശിക കേന്ദ്രങ്ങൾ കേരളത്തിൽ ആരംഭിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ശാസ്ത്രീയമായ ഭൂവിനിയോഗം സാധ്യമാക്കുന്നതിലും അപകട സൂചന മുൻകൂട്ടി നൽകുന്നതിനുള്ള പ്രാദേശിക സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിനൊക്കെ പുറമെ ഇപ്പോഴുണ്ടായ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മേപ്പാടിയിലെയും വിലങ്ങാടിലെയും ഉരുൾപൊട്ടലുകൾ ശാസ്ത്രീയ വിശകലനങ്ങൾക്ക് വിധേയമാക്കി വരികയാണ്. ആഗോള താപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും ഫലപ്രദമായി ചെറുക്കുന്നതിനും അവയുടെ ഫലമായുണ്ടാകുന്ന ദുരന്തങ്ങളെ അതിജീവിക്കുന്നതിനും കേരളത്തിന് ശാസ്ത്രലോകത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ആഗോളതലത്തിലെ വിദഗ്ധരുടെയും പൊതുസമൂഹത്തിൻ്റെ ആകെയും പിന്തുണയും സഹകരണവും ആവശ്യമാണ് എന്ന് ഈ സഭ വിലയിരുത്തേണ്ടതുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ചു നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ സഭ പൂർണ്ണ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വയനാട്ടിലെ മേപ്പാടിയിലും കോഴിക്കോട്ടെ വിലങ്ങാടിലും ഉണ്ടായ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കറും ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ഇവിടെ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. വയനാട് ദുരന്തം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാക്കിയ നോവ് നമ്മുടെ ജീവിതാവസാനം വരെ പോവില്ല, അതുണ്ടാവും, കൂടെ ഉണ്ടാവും. അവിടെ പാവപ്പെട്ടവരുടെ സങ്കടങ്ങൾ, അവരുടെ നൊമ്പരങ്ങൾ കാലത്തിന് മായ്ച്ചു കളയാൻ കഴിയാത്തതാണ്. നമ്മുടെ സമീപകാലത്ത് നമ്മൾ ദർശിച്ച ഏറ്റവും വലിയ സങ്കടങ്ങളാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത്. നിരവധി ആളുകൾക്ക് ഇവിടെ പറഞ്ഞതുപോലെ ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് പേർ അനാഥരായി, കുഞ്ഞുങ്ങൾ മാത്രം അവശേഷിച്ച വീടുകളുണ്ട്, പ്രായമായവർ മാത്രം അവശേഷിച്ച വീടുകളുണ്ട്, ബന്ധുക്കളെ മുഴുവൻ നഷ്ടപ്പെട്ടവരുണ്ട്, ആരും ബാക്കിയാവാത്ത 67ഓളം കുടുംബങ്ങളുണ്ട്. ഓരോ കുടുംബത്തിലും ഓരോ തരത്തിലുള്ള സങ്കടങ്ങളാണ്. വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, ജീവിതവൃത്തി, അവരുടെ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് പ്രയാസങ്ങളാണ്. ഒരുപാട് കുട്ടികൾ പുറത്ത് പല കോഴ്സുകളിൽ പഠിക്കുന്നവരുണ്ട്, ഒരുപാട് കടബാധ്യതകളുള്ളവരുണ്ട്. കൃഷി ചെയ്ത് ഇനി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അവിടെ ബാക്കി ജീവിക്കുന്നവർക്കും അവിടെ അപകടത്തിൻ്റെ ഭീഷണിയിലാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. അവരെയും നമുക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയപ്പോൾ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള പൂർണ്ണമായ പിന്തുണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തീർച്ചയായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പു നൽകുകയാണ്. അതേ അവസരത്തിൽ തന്നെ നമുക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകരുത്. നമ്മൾ കുറേ കൂടി വേഗത്തിലാകണം. അത് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. ആരംഭശൂരത്വം കാട്ടിയെന്ന് പലപ്പോഴും ഭരണകൂടങ്ങളെ ആളുകൾ അധിക്ഷേപിക്കാറുണ്ട്. ആ ഒരു സ്ഥിതി ഉണ്ടാകരുത്. ഇതൊരു മാതൃകാപരമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനമായി, ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സായി മാറണം. രാജ്യത്തിന് മുഴുവനുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവൃത്തിയായി നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനെക്കുറിച്ചും ടൗൺഷിപ്പിനെക്കുറിച്ചും ഒക്കെയുള്ള വിശാലമായ ആലോചനകൾ നമ്മുടെ ഭാഗത്തുണ്ട്. അതെല്ലാം ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി സമയബന്ധിതമായി
പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. വലിയ ഭാരിച്ച ചെലവുകൾ തീർച്ചയായും നമുക്കുണ്ടാകും. പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാകണം നമുക്കത് നിർവഹിക്കപ്പെടേണ്ടത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതുവരെ ഒരു താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും, ഒരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. വയനാടിലുണ്ടായതുപോലെയുള്ള ദുരന്തം വിലങ്ങാടുമുണ്ടായി. ആ വിലങ്ങാട് ഒരു മനുഷ്യജീവൻ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ എന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാതെ പോയത്. വലിയ ദുരന്തമാണ് അവിടെയും ഉണ്ടായത്. കേരളം ഇന്ന് ഒരു അപകട മേഖലയിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. 2021 195 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് തയ്യാറാക്കിയ ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടും അതിനെ നാസ അനാലിസിസും ഈ സഭയിൽ അന്ന് ഞങ്ങൾ കൊണ്ടുവന്നതാണ്, പ്രതിപക്ഷം കൊണ്ടുവന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഈ പടിഞ്ഞാറൻ തീരങ്ങൾ അപകടത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനം പുതിയ വാക്കുകളെ നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. കള്ളക്കടൽ പ്രതിഭാസം, അതുപോലെ ചക്രവാത ചുഴി, ക്ലൗഡ് ബേസ്റ്റ്, ഈ ലാൻഡ്സ്ലൈഡ് നമ്മുടെ ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകളിൽ മുഴുവൻ കഴിഞ്ഞ 3-4 വർഷക്കാലമായി ആയിരക്കണക്കിന് ലാൻഡ്സ്ലൈഡുകൾ ഉണ്ടാവുകയാണ്. ചെറുതും വലുതുമായ ലാൻഡ്സ്ലൈഡ് ഉണ്ടാവുകയാണ്. വയനാട് ലാൻഡ്സ്ലൈഡ് ശ്രദ്ധിക്കപ്പെടാൻ കാരണം ഇത്രമാത്രം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അല്ലാതെ തന്നെയുള്ള ലാൻഡ്സ്ലൈഡ് ഒരു സാധാരണ സംഭവമായി മാറുകയാണ്. നമുക്ക് ഇതിനെ മറികടക്കാൻ കഴിയണം. നമ്മളൊരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, ഒരു വിജ്ഞാന സമൂഹത്തിൽ. അതിൻ്റെ അറിവുകൾ മുഴുവൻ സ്വായത്തമാക്കി നമുക്കൊരു പക്കാ വാർണിംഗ് സിസ്റ്റം ഉണ്ടാകണം. അതിനോടനുബന്ധിച്ചുള്ള ഒരു ഇവാക്യുവേഷൻ പ്ലാൻ ഉണ്ടാകണം. ഇത് തീരപ്രദേശവും അപകടത്തിലാണ്. തീരപ്രദേശത്തിൽ കടലിൻ്റെ ശോഷണം, കടൽ തീരത്തിൻ്റെ ശോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമഘട്ട മലനിരകൾ അപകടത്തിലാണ്. ഇടയ്ക്കുള്ള ഫ്ലഡിൻ്റെ സാധ്യതകൾ ഇടനാടുകളിൽ എപ്പോഴും നിലനിൽക്കുകയാണ്. ഏത് സമയത്തും അതിതീവ്രമായ ഒരു മഴയുണ്ടായാൽ ഏത് സ്ഥലവും പെട്ടെന്ന് അപകടത്തിൽപ്പെടാവുന്ന ഒരു സാധ്യത ഉണ്ടാവുകയാണ്. കൂടുതൽ മഴ കൂടുതൽ നേരം നിന്നു പെയ്താൽ ഏത് നഗരവും വെള്ളത്തിനടിയിലാകുന്ന ഒരു ഭയാനകമായ ഒരു അവസ്ഥയുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കേരളമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വൾണറബിളായിട്ടുള്ള, ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലുള്ളത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ, ശാസ്ത്ര സ്ഥാപനങ്ങളുടെ, പുതിയ അറിവുകളുടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാത്തിൻ്റെയും സഹായത്തോടു കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു, പ്രകൃതിയെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല, പക്ഷേ പ്രകൃതി ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ മിറ്റിഗേറ്റ് ചെയ്യാൻ, അതിനെ ലഘൂകരിക്കാൻ നമുക്ക് കഴിയും. അത് നമുക്ക് മനുഷ്യനുള്ള നമ്മുടെ അറിവുകളെ അതിന് പ്രയോജനപ്പെടുത്തുകയും ഫലപ്രദമായി അത് ചെയ്യുകയും ചെയ്യണം. നമുക്കറിയാം, ഒറീസയിൽ 1978 വലിയ വെള്ളപ്പൊക്കമുണ്ടായി. 1.5 ലക്ഷം പേരാണ് മരിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 5 ലക്ഷം പേര് മരിച്ചതാണ്. ഒന്നൊന്നും കണക്കില്ല. പാവപ്പെട്ട സംസ്ഥാനമാണ്. പക്ഷേ 3-4 വർഷക്കാലം മുമ്പ് അവിടെ ഇതുപോലെ അതിനേക്കാൾ ഭീകരമായ ഒരു ചുഴലിക്കൊടുങ്കാറ്റുണ്ടായപ്പോൾ കേവലം 2 പേര് മാത്രമാണ് മരിച്ചത്. ഒറീസ പോലുള്ള ഒരു സംസ്ഥാനത്തിന് ആ ചുഴലിക്കൊടുങ്കാറ്റിനെ തടുത്തു നിർത്താൻ ആവശ്യമായ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വാർണിംഗ് സിസ്റ്റവും ഒരു ഇവാക്യുവേഷൻ പ്ലാനും തയ്യാറാക്കാൻ കഴിഞ്ഞു. കേരളത്തിനത് കഴിയും, നമുക്ക് കഴിയണം. ഇനി എല്ലാ കാര്യങ്ങളും നാം ചിന്തിക്കുമ്പോൾ, ഏത് പോളിസി ഫ്രെയിം ചെയ്യുമ്പോഴും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം. ഏത് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വേണം. ഒരു എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്താതെ നമുക്കിനി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അത് മനസ്സിലാക്കി വേണം, പ്രകൃതി ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെ മനസ്സിലാക്കി നമ്മൾ പോളിസി ഫ്രെയിം ചെയ്യുകയും നമ്മുടെ നയരൂപീകരണം നമ്മൾ നടത്തുകയും നമ്മൾ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു പുതിയ അപ്രോച്ച് നമുക്ക്, ഇത് പ്രകൃതി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പായി നമ്മൾ കണക്കാക്കണം. വാർണിംഗ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അപകടാവസ്ഥയിലാണ് എന്നുള്ള വലിയ മുന്നറിയിപ്പായി നമുക്ക് കാണാൻ കഴിയണം. ഏറ്റവും നല്ല മോഡൽ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് അവിടെ നടപ്പാക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവിടെ ജീവൻ നഷ്ടപ്പെട്ട, ബന്ധുക്കൾ നഷ്ടപ്പെട്ട, ഏറ്റവും വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട പാവങ്ങളുടെ സങ്കടത്തിനോടൊപ്പം ഞങ്ങളും ആ ദുഃഖം പങ്കുവയ്ക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനായ പ്രതിപക്ഷ നേതാവും പൊതുവിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോടെല്ലാം യോജിക്കുകയാണ്. വയനാട്ടിലുണ്ടായ ദുരന്തം
നമ്മുടെ നാടിനെ ആകെ പിടിച്ചുലച്ച ഒരു വലിയ സംഭവമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. 2024 ജൂലൈ 30 കിടന്നുറങ്ങിയ ആ നൂറുകണക്കായ മനുഷ്യർ അല്ലെങ്കിൽ ആ കുടുംബങ്ങൾ ഇപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന 1000-ൽ പരം വരുന്ന കുടുംബങ്ങളുടെ നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ രാത്രിയിൽ അതൊരു കാളരാത്രിയായി മാറിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൽ വിവിധ വിഭാഗം സേനാ വിഭാഗങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും വിവിധ ഏജൻസികളും എല്ലാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ പരാമർശിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിനാണ് വയനാട്ടിൽ നേതൃത്വം നൽകിയത്. സംഘടിതമായി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നേരിട്ടുള്ള ഇടപെടലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണ പ്രതിപക്ഷ വ്യത്യാസം കൂടാതെ എല്ലാവരുടെയും കൂട്ടായ യത്നം അവിടെ ഉണ്ടായി എന്നതോടൊപ്പം തന്നെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മന്ത്രിമാരുടെ കമ്മിറ്റികളും സബ് കമ്മിറ്റികളും അതിൻ്റെ പ്രവർത്തനങ്ങളും ദൈനംദിനമുണ്ടായ പരിശോധനകളും ഓരോ ഘട്ടത്തിലും വേണ്ടുന്ന ഇടപെടലുകളുമെല്ലാം നടത്താൻ ആവശ്യമായ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു എന്നത് തീർച്ചയായും സംഭവത്തിന് ശേഷമാണെങ്കിൽ പോലും ആ സംഭവം കുറേയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനും അതിനെ സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ലഘൂകരിച്ചു കൊണ്ടുപോകാൻ അപകടകരമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ്റെ നാശനഷ്ടങ്ങൾ പരമാവധി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്കുണ്ടായേ മതിയാവും. സർ, ഇവിടെ ഈ ചൂരൽമലയിലും മുണ്ടക്കയും അട്ടമലയും പുഞ്ചിരിമറ്റം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ശ്മശാനമുഖമായ അന്തരീക്ഷമാണ് പിന്നീട് ഏറെക്കാലത്ത് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ഒത്തുകൂടിയ ആളുകളെല്ലാം ഏതാണ്ട് ദീർഘമായ പരിശോധനയ്ക്ക് ശേഷം മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്തി അത് സംസ്കരിക്കുന്നതിനുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തി ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ ഇപ്പോൾ അവിടെ നിൽക്കുന്ന അവസ്ഥ വളരെയേറെ പ്രയാസകരമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ സാഹചര്യത്തിൽ അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതും അതിന് അടിയന്തര ഗൗരവത്തോടു കൂടിയുള്ള പ്രാധാന്യം സർക്കാർ നൽകുന്നു എന്നതും പ്രത്യേകമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. സർ, അവിടെ നിന്ന് മാറ്റപ്പെട്ടവർ പ്രത്യേകിച്ച് താൽക്കാലികമായി മറ്റിടങ്ങളിലേക്ക് മാറ്റിയുള്ള ആളുകളെയൊക്കെ തന്നെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി സംവിധാനമുണ്ടാവുകയും വീടുകൾ കണ്ടെത്തുകയും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തു എന്നത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഇടപെടലായിട്ട് വേണം സർക്കാരിൻ്റെ പ്രവർത്തനത്തെ കാണാൻ. സർ, അതേസമയം നമ്മുടെ ഈ സംഭവത്തെ തുടർന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിക്കുകയും അദ്ദേഹം ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു എന്നത് തീർച്ചയായും നല്ല കാര്യമായി കാണുന്നു. പക്ഷേ അതിൻ്റെ ഫലമായി അതിനാവശ്യമായ വിധത്തിലുള്ളൊരു പാക്കേജിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായങ്ങളെ മാനിക്കാനോ അതിനനുസൃതമായ നടപടി സ്വീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തീർച്ചയായും വലിയ പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണ്. ഇനിയും പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തു നിൽക്കാം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. ഇവിടെ അനുവദിച്ചിട്ടുള്ള പണത്തിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അനുവദിക്കപ്പെട്ട 145 കോടി രൂപയെക്കുറിച്ച് വലിയ വർത്തമാനങ്ങളൊക്കെ പറയുകയുണ്ടായി പലരും. പക്ഷേ അത് നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണഗതിയിൽ ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ച് വർഷാവർഷം ഓരോ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട സഹായത്തിൻ്റെ ഭാഗമായി നമുക്ക് നൽകേണ്ട 292 കോടി രൂപയുടെ അതിൻ്റെ ആദ്യ ഗഡു നേരത്തെ ലഭിച്ച് രണ്ടാമത്തെ ഗഡു കൂടി അനുവദിക്കുന്നു എന്നതിനപ്പുറത്ത് പ്രത്യേകമായ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് പ്രതിഷേധാർഹമായ കാര്യം കൂടിയാണ്. തീർച്ചയായും ഇവിടെ അതിനാവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ ഒരുക്കങ്ങൾ നടത്തുന്ന, സ്ഥലങ്ങൾ കണ്ടെത്തുന്ന, ആവശ്യമായ ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ നടപടികളോടും തീർച്ചയായും അതിനു വേണ്ടുന്ന പിന്തുണ പ്രഖ്യാപിക്കുന്നതോടൊപ്പം അതിനാവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ തന്നെ ഈ ഗൗരവമേറിയ പ്രശ്നത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാളിതുവരെ തുടരുന്ന അവഗണനാ മനോഭാവത്തിൻ്റെ നിലപാടിൽ ശക്തിയായുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും നമ്മുടെ സംസ്ഥാനത്തിന് ഇത് കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ മഹാദുരന്തത്തിൽ സർവനാശം വിതച്ച വയനാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം
ഞെട്ടലുണ്ടാക്കിയ ഈ സർവനാശം വരുത്തിയ മഹാദുരന്തത്തിൻ്റെ ഭാഗമായി മരണപ്പെട്ടു പോയവരുടെ അല്ലെങ്കിൽ പ്രയാസമനുഭവിക്കുന്നവരുടെ വേദനയിൽ പങ്കാളിയാവുന്നു. മരണപ്പെട്ടു പോയവരുടെ എല്ലാം നമ്മുടെ വിട്ടുപോയ സഹോദരങ്ങളുടെ പേരിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. സാറേ, നമ്മുടെ കേരളം അതീവ ദുഃഖത്തോടെ കഴിഞ്ഞ നാളുകൾ വീണ്ടും സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് ഈ സഭ അതിൽ പങ്കുചേരുന്നതിൽ, ആ ദുഃഖനാളുകൾ ഓർമ്മിക്കുന്നതിൽ നമ്മളൊക്കെ പങ്കുചേരുകയാണ്. സർ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, മറ്റൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും വയനാട്ടിലേക്ക്, അതുപോലെ തന്നെ കുറച്ച് അതുപോലെ ചെറിയ തോതിലുണ്ടായ ദുരന്തം വിലങ്ങാട്ടേക്കൊക്കെ ഒഴുകിയ കാഴ്ച നമ്മൾ കണ്ടു. അവിടെ ഗവൺമെൻറ്റില്ല, പ്രതിപക്ഷമില്ല, അതുപോലെ തന്നെ കക്ഷികളില്ല, ബാക്കിയുള്ളതൊന്നുമില്ല. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഏത് ജീവിതത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരായാലും അവരെ കൊണ്ട് കഴിയുന്നത്, കണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഓരോ ജനവിഭാഗവും ആ ദുരന്ത നിവാരണത്തിൽ അവരുടെ കണ്ണീരൊപ്പാൻ പങ്ക് ചേരുകയായിരുന്നു. ആ ഘട്ടം അഭിമാനകരമാണ്. ആ മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും യോജിപ്പിൻ്റെയും, അതുപോലെ തന്നെ ഒരു ദുരന്തം വന്നാൽ നമ്മളെങ്ങനെ, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അങ്ങും പ്രതിപക്ഷമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല വിധത്തിൽ പ്രളയവും, അതുപോലെ തന്നെ വരൾച്ചയും, അതുപോലെ ഉരുൾപൊട്ടലും, ചെറിയ തോതിലാണെങ്കിലും ഭൂകമ്പങ്ങളൊക്കെയായി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ നേർദൃഷ്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. തീർച്ചയായും അതിന് പരിഹാരങ്ങൾ ലോങ് ടേം അടിസ്ഥാനത്തിൽ, ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കും എന്ന സൂചനകൾ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മുടെ ശ്രദ്ധയിലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ശാശ്വത പരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കണം. പക്ഷേ ഇപ്പോൾ അതീവ തീവ്ര യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാരംഭത്തിൽ ചെയ്ത ആ കാര്യങ്ങൾക്ക് ഇനി ഒരു മന്ദഗതി വരാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ചെറിയ തോതിൽ അത് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള തോന്നൽ, കാരണം ഈ സർക്കാർ സംവിധാനങ്ങളിൽ, നമ്മുടെയൊക്കെ സംവിധാനങ്ങളിൽ ഉള്ളതാണ് ഒരു ഇന്നോർഡിനേറ്റ് ഡിലേ. അത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ ആദ്യം കണ്ട ശുഭസൂചനയും പിന്നീട് വന്നുകൊണ്ടിരിക്കുന്ന അമാന്തവും നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതില്ലാതിരിക്കട്ടെ, കേരളത്തിന് കിട്ടേണ്ട അവകാശം കിട്ടണം. ഗവൺമെൻറ് എടുക്കുന്ന അതുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണ്. ഞങ്ങളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. സർ, ഇവിടെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധപ്പെടുത്താണ്. മുഖ്യമന്ത്രി ഇവിടെ സർ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഫണ്ട് പിരിച്ച് ഇപ്പോൾ ഒരു 40 കോടി റുപ്യേൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ തയ്യാറായി ഞങ്ങളുടെ സന്നദ്ധ സംഘടനകൾ നിൽക്കുന്നുണ്ട്. അതുപോലെ മറ്റു സംഘടനകളും ഉണ്ട്. അവർക്കുള്ള സ്പേസ് കൊടുക്കണം. സർക്കാരിന് അത് വലിയ ഒരു കൈത്താങ്ങാണ്, വലിയ സഹായമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വരും പോലെ തന്നെ സന്നദ്ധ സംഘടനകൾ സ്വയം ചെയ്യാൻ നിൽക്കുന്നതിന് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൗൺഷിപ്പാണെങ്കിൽ ടൗൺഷിപ്പിൽ അവിടെ വീടുകൾ വെക്കാൻ വയനാടാണെങ്കിലും വെലങ്ങാടാണെങ്കിലും ഒക്കെ ഉണ്ട്. സന്നദ്ധ സംഘടനകൾ ഒരുങ്ങി നിൽപ്പുണ്ട്. അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അതിന് പുറത്തു പോയി പ്രോജക്റ്റ് ചെയ്താൽ അത് പല പൊതു ഗുണങ്ങളും അവർക്ക് ലഭിക്കാതെ വരും എന്നുള്ളതുകൊണ്ടാണ് ഈ സ്വയം ഫണ്ട് പിരിച്ച് സന്നദ്ധ പ്രവർത്തനം തയ്യാറായി നിൽക്കുന്നവരൊക്കെ കാത്തിരിക്കുന്നത്. അതിലും ഒരു ഡിലേ വരുന്നുണ്ടോ എന്നുള്ള ആശങ്കയുണ്ട്. ആ ആശങ്ക അതിവേഗം അകറ്റണം. സർ, പിന്നെ ഈ വയനാടൊക്കെ ഉള്ള
ഒരു പ്രശ്നം എന്ന് പറയുന്നത് തോട്ടഭൂമികളാണ്. സർക്കാർ തന്നെ രംഗപ്രവേശം ചെയ്ത് ആ നൂലാമാലകളൊക്കെ ഒഴിവാക്കി ഈ പുനരധിവാസത്തിന് വീട് വെക്കാനുള്ള ഭൂമി സംബന്ധിച്ച വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണം. അത് റവന്യൂ മന്ത്രിയോട് ഞങ്ങളുടെ ജനപ്രതിനിധികളും ബാക്കിയുള്ളവരൊക്കെ നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. സർ, അവിടെ വളരെ നമുക്കൊക്കെ വളരെ അടുത്തായതുകൊണ്ട് മന്ത്രിമാരൊക്കെ എത്തി അതേ സമയത്ത് ആ സമയത്ത് തന്നെ എത്തി അവസാനം വരെ സന്നദ്ധ സംഘടനകളും പ്രവർത്തനങ്ങളൊക്കെ നിന്ന നേരിട്ട് അറിയാവുന്നവർ എന്നുള്ള നിലക്ക് പറയുകയാണ്. വയനാടാണെങ്കിലും വിലങ്ങാടാണെങ്കിലും ഒക്കെ അതിവേഗം ഡിലേ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള പ്രയാസം. ക്യാമ്പുകൾ താമസിച്ചവരിപ്പോൾ വാടക സ്ഥലത്താണ്. അതൊന്നും ഒരു സാധാരണഗതിയിലുള്ള ജീവിതമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളായാലും ഞങ്ങളായാലും ഒക്കെ വരുന്ന ഒരു ഡിലേ ഉണ്ട്, സംവിധാനങ്ങളുടെ ഡിലേ ഉണ്ട്. അത് ഇവിടെ ഒഴിവാക്കി യുദ്ധകാല അടിസ്ഥാനത്തിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടിയാണ് വയനാട്ടിലെ ഈ വലിയ ദുഃഖത്തിൽ സഭ ഇവിടെ ഓർമ്മിക്കുന്ന ആ ഘട്ടത്തിൽ സഭ പങ്കുചേരുന്ന കൂട്ടത്തിൽ ആ കാര്യം പറയുന്ന കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാനും ശ്രീ അതീവ ദുഃഖത്തിൽ പങ്കുചേരാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയൊരു ദുരന്തത്തെയാണ് നേരിടേണ്ടത്. കേരളം പല പ്രകൃതി ദുരന്തങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഒരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്നത് വയനാട് ദുരന്തമാണ്. നൂറുകണക്കിന് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ നിരവധി ആൾക്കാരെ കാണാതിരിക്കുകയും ചെയ്ത ഒരു വലിയ ദുരന്തം നമ്മളെല്ലാവരെയും വളരെയേറെ വേദനിപ്പിച്ചു, ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു. ഈ ദുരന്തത്തിന് പിന്നാലെ അവിടെ ചെന്നവർക്കറിയാം അവിടെ കണ്ട കാഴ്ചകൾ. അവിടെ ചെന്ന് നിന്നപ്പോൾ നാട്ടുകാരിലൊരാൾ ഒരിടത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഇതായിരുന്നു മുണ്ടക്കൈ. ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്ന് അയാൾ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒരു വലിയ പർവ്വതത്തിന് മുന്നിൽ ഭൂമിയുടെ ഒരു വലിയ കഷ്ണം കിടക്കുന്നു. ഭൂമി അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായ കാഴ്ച. അവിടെ ചെന്ന് നമ്മളെല്ലാം നേരിൽ കണ്ട ഏറ്റവും കൃത്യതയോട് കൂടിയിട്ടുള്ളൊരു കാഴ്ചയാണ് അദ്ദേഹം നമ്മളെ കാണിച്ചു തന്നത്. അവിടെ ഭീതി പരത്തിയ ആ ദുരന്തം, അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണിപ്പോൾ. അതിന് വലിയ തോതിലുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് ആശാവഹമാണ്. വയനാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ്. പക്ഷെ കനത്ത മഴയെ തുടർന്നാണ് ഉരുൾപൊട്ടലിൻ്റെ സാധ്യത അവിടെ ഉണ്ടായത്. ബഹുമാനപ്പെട്ട സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ സംസാരിച്ചതിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം അവിടെ പെയ്ത മഴയുടെ അളവാണ്. ഭൂമിക്ക് താങ്ങാൻ കഴിയാത്തതിൽ കൂടുതൽ മില്ലിമീറ്റർ മഴ പെയ്തിറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായ അതിഭയങ്കരമായ ദുരന്തം നമുക്കൊരു വലിയ ഭാവി കാലത്തെ ചിന്തകൾക്ക് ഏറെ പ്രയോജനകരമാക്കി മാറ്റേണ്ട ഒരു പഠന വിഷയവും കൂടിയായി മാറിയിരിക്കുന്നു. അപ്പോൾ 100-ലധികം ആൾക്കാരെ ഇനി നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. ആ സമീപത്ത് ചൂരൽമലയുമായി ബന്ധിപ്പിക്കുന്ന പാലം തകർന്നു പോയതുകൊണ്ട് തന്നെ മുണ്ടക്കൈയിലേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കാതെ വന്നു എന്നുള്ളതും, എന്നാൽ നമ്മുടെ സൈന്യം ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തകരും സായുധ സേനാ വിഭാഗവും എല്ലാവരുടെയും കൂടി പരിശ്രമകരമായ ദൗത്യവും ഇടപെടലും ഉണ്ടാക്കിയ മാറ്റങ്ങളും ചെറുതായി കാണാൻ കഴിയില്ല. അവരെ നമുക്ക് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഓരോ പ്രദേശങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. പുനരധിവാസ പദ്ധതികൾ വളരെ പെട്ടെന്ന് പോകുന്നതിനുള്ള തീരുമാനമാണ് ഗവൺമെൻറ്റും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും എടുത്തിട്ടുള്ളത്. അത് വൈകാതിരിക്കണമെന്നുള്ള നല്ല സൂചനകൾ വേറെ നന്നായിരിക്കുന്നു. ഇതോടൊപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം അവിടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഏകോപനമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഒരു മന്ത്രിസഭാ ഉപസമിതി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജനും അതോടൊപ്പം തന്നെ മന്ത്രി റിയാസും ശ്രീ കേളുവും ശശീന്ദ്രനും ഉൾപ്പെടെ അവരുടെ ഏകോപന ചുമതലയിൽ അവർ നിർവഹിച്ച കാര്യങ്ങൾ കൃത്യതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധ്യമായി എന്നുള്ളതും ഒരു ചെറിയ കാര്യമല്ല. പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നേരിടേണ്ട വലിയൊരു ദൗത്യമാണ്. 2018-ലും 2019-ലും കേരളത്തിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, തകർന്നഴിഞ്ഞ വീട് നഷ്ടപ്പെട്ടവർ, റോഡുകൾ, ഇതെല്ലാം നമ്മൾ വീണ്ടെടുത്തു. അപ്പോൾ നമുക്കിതിൽ ഒരുമിച്ച് മുന്നേറാനായിട്ട് സാധിക്കും. അവിടെ ആശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. തോരാത്ത മഴയിൽ കുളിരിൻ്റെ പുതപ്പ് പുതച്ച് ഉറങ്ങിയവർ നിമിഷാർത്ഥം കൊണ്ട് മരണത്തിൻ്റെ ആഴത്തിലേക്ക് പതിച്ചത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. അവർക്ക് ഉണർന്ന്
ഒന്ന് ചിന്തിക്കാൻ പോലും അവസരം ഉണ്ടായിട്ടില്ല. അത്ര കണ്ട് വിഷമകരമായൊരു സങ്കടകരമായൊരു കാഴ്ച കാണേണ്ടി വന്നവർക്ക് സാക്ഷ്യം വഹിക്കുന്നവരെ നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഈ യുഗത്തിലെ നമ്മുടെ പ്രത്യേകത. അവിടെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. കേന്ദ്ര സഹായത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പ്രതീക്ഷിച്ചതല്ലാതെ നമുക്ക് ലഭിച്ചില്ല. ഇനിയും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും വലിയൊരു ദുരന്തത്തെ ഒരു കേന്ദ്ര ഭരണകൂടം ഇങ്ങനെ കാണുന്നത് അപലപിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്നാലും വീണ്ടും ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അതിനേക്കാളേറെ സഹായഹസ്തവുമായി നിൽക്കുന്ന സന്നദ്ധ സംഘടനകളും പ്രവർത്തകരും പ്രവാസികളും എന്നുവേണ്ട എല്ലാവരും, ചെറു കുട്ടികളടക്കം സ്കൂളുകളിൽ നിന്ന് പോലും കളക്ഷൻ എടുത്ത് നമ്മൾ ഓരോരുത്തരുടെയും കൈകളിൽ തന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി അവസരം ഒരുങ്ങുന്നത് നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ട്. ഏത് തലം വരെ ആ ചിന്തകൾ എത്തിയിരിക്കുന്നു, ആരെയൊക്കെ ചിന്തിപ്പിച്ചിരിക്കുന്നു. അവിടെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു തുടർന്നുള്ള കാര്യങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. കണ്ണുവെട്ടുന്ന സമയം കൊണ്ടാണ് ഈ മഹാദുരന്തം സംഭവിച്ചത്. പലർക്കും മക്കളെയും മാതാപിതാക്കളെയും നഷ്ടപ്പെട്ടു. ദുരന്തത്തിൽ കരപറ്റിയവർ ഉറ്റവർ എവിടെയെന്നറിയാതെ പകച്ചുവന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയാണ് അവരെ ഭയപ്പെടുത്തുന്നത്. ഇരുളിനേക്കാൾ അവർ ഭയപ്പെടുന്നത് മുന്നിൽ കാണുന്ന ഇരുളാണ്. അവിടെ പ്രത്യാശയുടെ വെളിച്ചം പകരണം. അതിനായി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തോട്ട് ഒരുമിച്ച് നിൽക്കുവാൻ ഈ സഭ ഇന്ന് ഉണർത്തിയിട്ടുള്ള ഇന്നത്തെ ചിന്തകൾ ഇതേപടി തന്നെ നിലനിർത്തുവാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ദുരന്തമായി കണ്ടുകൊണ്ട് പുനരധിവാസ പദ്ധതികൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി വിഷമിക്കുന്നവരും ഉറ്റവരും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെയും മുമ്പിൽ ഈ നിയമസഭയുടെ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തിയ സന്ദർഭത്തിൽ എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. സർ, കരളലയിപ്പിക്കുന്ന വേദനയോടെ നമ്മുടെ എല്ലാം മനസ്സിനെ തളർത്തിയ, എല്ലാവരെയും വേദനയിലാഴ്ത്തിയ വലിയ ദുരന്തമാണ് വയനാട്ടിലും അതുപോലെ തന്നെ വിലങ്ങാടും ഉണ്ടായതെന്നുള്ളത് വളരെ ദുഃഖത്തോടുകൂടി നമ്മുടെ നിയമസഭ അനുസ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും പ്രകടിപ്പിച്ച വികാരങ്ങളോട് പൂർണ്ണമായും യോജിക്കുകയാണ്. സാർ, നമുക്ക് മുണ്ടക്കയിലും ചൂരൽമലയിലും വിലങ്ങാട്ടും പുനരധിവാസത്തിൻ്റെ സാഹചര്യങ്ങൾ പരമാവധി വേഗത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ സംസ്ഥാനം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടും ഇനി നിർവഹിക്കേണ്ട കാര്യം. അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സ്പീക്കർ അക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി സമീപസമയത്ത് അവിടെ സന്ദർശനം നടത്തിയപ്പോൾ സാർ, ഇപ്പോൾ അവിടെ വീടുകളിലേക്ക് താമസം മാറ്റിയവരും വിവിധ സ്ഥലങ്ങളിലായി പാർക്കുന്നവരും ഒന്നിച്ചുകൂടി പ്രകടിപ്പിച്ച ആശങ്കയും അവരുടേതായ ആവലാതികളും നിരവധിയായ ആവശ്യങ്ങളും വളരെ ആത്മാർത്ഥതയോടെ ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. സാർ, ഇന്ന് ദുരന്തത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അവർക്ക് കേരള സംസ്ഥാനം കൈത്താങ്ങായിട്ടുണ്ട് എന്ന വലിയ ഒരു പ്രതീക്ഷയിൽ അവർ കഴിഞ്ഞുകൂടുകയാണ്. സാർ, അത് ഇന്നുണ്ടാകുന്ന ഒരു കാലതാമസം ആശങ്ക അവരിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എത്രയും പരമാവധി എന്ന് ഇക്കാര്യങ്ങളെല്ലാം ഇനി പുനരധിവാസത്തിൻ്റെ കാര്യങ്ങൾ എന്ന് നടക്കും എന്നതിന് ഒരു വ്യക്തത വരുത്തുന്നത് തീർച്ചയായിട്ടും വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് കരുതുകയാണ്. സാർ, അതുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഏത് വിധത്തിലാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചും സ്വാഭാവികമായും ആ പ്രദേശത്ത് ഇപ്പോൾ പല സ്ഥലങ്ങളിലായി താമസിക്കുന്ന ആളുകൾ ആശങ്കയോടെ ചോദിക്കുകയാണ്. സാർ, ഇത്തരം കാര്യങ്ങൾ വ്യക്തത വരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫലപ്രദമായ നടപടികളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശാസ്ത്രജ്ഞരായിട്ടുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന നിരവധിയായ സാഹചര്യങ്ങൾ, ഇപ്പോൾ ഈ തകർന്നു പോയ കെട്ടിടങ്ങൾ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി അവിടെ ശ്രമം നടത്തുന്നതിനെക്കുറിച്ചുമൊക്കെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഗവൺമെൻറ് ഗൗരവമായി കാണേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സാർ, അതെല്ലാം അവിടെ അനധികൃതമായി ഇനി ആ മേഖലകളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ ആരംഭിച്ചതും നാം കാണേണ്ടതായിട്ടുണ്ട്. സാർ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം വളരെ സുതാര്യതയോടെ വിലയിരുത്തി കാര്യക്ഷമമായ ഫലപ്രദമായ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക്
ഗവൺമെൻറ് തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ കടക്കട്ടെ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സർ, ഒന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവാസി ലോകം വളരെയേറെ ഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെയും പ്രവാസി ലോകം ഇനിയും സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ മലയാളി പ്രവാസി സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും വ്യക്തമാക്കുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം സുതാര്യതയോടെ നമ്മുടെ പദ്ധതികൾ വ്യക്തമാക്കപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ ഗവൺമെൻറ് ഔദ്യോഗികമായി ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെ സഹായിക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് പ്രവാസി ലോകം ഇപ്പോഴും അവർ കാത്തു നിൽക്കുന്നു. അത് വ്യക്തമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പാക്കേജ് പ്രഖ്യാപിക്കുവാനും പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുവാനും ഗവൺമെൻറ് കഴിയണം. നിരവധി മതമേലധ്യക്ഷന്മാർ ഇനിയും സഹായിക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ നിലപാടുകൾ അറിയിക്കുന്നത്. അതും എല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഫലപ്രദമായ ഒരു ഏകോപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ എല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങളും ആ നിലയിൽ നല്ല നിലയിൽ നടപ്പാക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്നുകൂടി സൂചിപ്പിക്കുന്നു. വയനാട്ടിൽ നമുക്ക് മുണ്ടക്കയിലും ചൂരൽമലയിലും വിലങ്ങാടും ഉണ്ടായ ദാരുണമായ ആ വലിയ നാശത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിനുണ്ടായ വലിയ നഷ്ടത്തിൽ വേദനയോടെ ഞാനും എൻ്റെ പാർട്ടിയും ആ ദുഃഖത്തിൽ പങ്കുചേരും. ഇവിടെ പ്രകടിപ്പിച്ച എല്ലാ വികാരങ്ങളോടും ഞാൻ യോജിക്കുകയാണ്. സാറേ, 100-ലധികം ആളുകൾ മരണപ്പെട്ട പെരുമൺ തീവണ്ടി അപകടത്തിന് ശേഷം നിയമസഭയിലെ ചരമോപചാരം കഴിഞ്ഞ് അന്ന് സ്പീക്കറായിരുന്ന ശ്രീ വർക്കല രാധാകൃഷ്ണൻ സഭ നിർത്തിവെക്കുന്നു, പിരിയുന്നു എന്ന് പ്രഖ്യാപിച്ചതോടൊപ്പം പറഞ്ഞു, ഇത്രയധികം ആളുകൾ കൂട്ടത്തോടെ മരണപ്പെടുന്ന ഒരു സംഗതിക്ക് മേലിൽ നമ്മുടെ സഭ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് അന്ന് സഭ പിരിഞ്ഞത്. പക്ഷെ അതിനുശേഷം നിരവധിയായ ദുരന്തങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നുപോയി. നമുക്ക് സുനാമി ഉണ്ടായി, 2018 മഹാപ്രളയമുണ്ടായി. സാർ, 2018 മഹാപ്രളയത്തിന് ശേഷം 18 ഓഗസ്റ്റ് മാസം 31 പ്രത്യേക സമ്മേളനം ചേർന്ന് നമ്മൾ ചില ഒരുമിച്ച വികാരങ്ങൾ പ്രകടിപ്പിച്ച് പിരിഞ്ഞവരാണ്. സാർ, അതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നു. കേന്ദ്ര ജല കമ്മീഷനും IIT ചെന്നൈയും ഒക്കെ പഠനം നടത്തി. പ്രവചനാതീതമായ തോതിലുണ്ടായ തീവ്ര മഴയാണ് അന്നത്തെയും ഇന്നത്തെയും ദുരന്തങ്ങൾക്ക് പ്രധാന കാരണമായി മാറിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അന്ന് ശാസ്ത്രീയമായ പഠനം നടന്നു, ഇന്ന് പഠനം നടക്കാനിരിക്കുന്നതേ ഉള്ളായിരിക്കാം. സാർ, നമുക്ക് മുമ്പിൽ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്ന കേരള ജനതയുടെ ഒരു പ്രത്യേകത നമ്മൾ ഈ ദുരന്തകാലത്തും പ്രകടമാക്കിയെന്നതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. വളരെ ഫലപ്രദമായ സർക്കാർ ഇടപെടലുകൾ ഈ ദുരന്തമുഖത്തുണ്ടായി. സാർ, ആ ഇടപെടലുകളോട് ഉപാധികളില്ലാത്ത പ്രതിപക്ഷ സഹകരണമുണ്ടായി എന്നതും പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടതാണ്. ദുരന്തമുഖത്ത് എങ്ങനെയാണ് ഒരു ജനത പ്രതികരിക്കേണ്ടത് എന്ന് നമ്മൾ വളരെ വ്യക്തമാക്കി ഈ നാടിന് മുമ്പിൽ കാട്ടിക്കൊടുക്കുകയുണ്ടായി. സാർ, കക്ഷിഭേദമന്യേ ജനപ്രതിനിധികളുടെ പങ്കാളിത്തം അവിടെ ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ദുരന്തമുഖത്തെ ഏറ്റവും വലിയ വിഷമേറിയ സാഹചര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ഒന്നും ആവർത്തിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സാർ, എനിക്ക് വെക്കാനുള്ള നിർദ്ദേശം, ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പ്രകടമാക്കിയ ആ ജനകീയ ഐക്യം നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ തുടരുന്നു എന്ന് ഉറപ്പാക്കാൻ നമുക്ക് കൂട്ടായി കഴിയണം. അതിനുള്ള സമീപനം സർക്കാരും എടുക്കണം, പ്രതിപക്ഷവും അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സാർ, ഇക്കാര്യത്തിൽ നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ മുൻഗണനാ വിഷയങ്ങൾ ആദ്യം തീരുമാനിക്കപ്പെടണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി എല്ലാ കക്ഷികളുടെയും അഭിപ്രായം തേടിയിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, നിരവധി സന്നദ്ധ സംഘടനകൾ, മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് ഗവൺമെൻറ്റുകൾ, ഇവരൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ എങ്ങനെ ഫലപ്രദമായി നമ്മുടെ ഈ സമ്പൂർണ്ണ പാക്കേജിൽ ഉൾപ്പെടുത്താൻ കഴിയും. അവരെയൊക്കെ മാറ്റി നിർത്തുകയല്ല, അവരൊക്കെ ഈ പണം തന്നേക്കൂ എന്ന് പറഞ്ഞാൽ അവരങ്ങ് തരാനും കഴിയില്ല. പക്ഷെ അവരുടെ ഒരു പങ്കാളിത്തം നമ്മുടെ ഈ റീഹാബിലിറ്റേഷൻ പാക്കേജിൽ ഉറപ്പാക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണ് അനാഥമാകുന്ന ബാല്യങ്ങൾ
അത് നശിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ നമ്മളൊരു നാടായി ഏറ്റെടുക്കണം എന്നുള്ള പ്രശ്നം. ഞാൻ കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ ഒരു നിർദ്ദേശം വെച്ച് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങിനുള്ള സംവിധാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കൗൺസിലിങ്ങിലൂടെ അവർക്ക് മനോധൈര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അവരുടെ പഠനവും അവരുടെ വളർച്ചയും, മാതാപിതാക്കളില്ലാതെ പോയിരിക്കുന്ന മക്കളുടെ വളർച്ചയും പഠനവും തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റേറ്റിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു ഉത്തരവാദിത്വമായി നമുക്ക് ഏറ്റെടുക്കാനാവണം എന്ന ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ശാസ്ത്രീയമായി വിശകലനം ഉണ്ടാകണമെന്ന അഭിപ്രായം ഇവിടെ ഉണ്ടായി. അങ്ങനെ കിട്ടുന്ന ശാസ്ത്രീയ വിഷയങ്ങളിലൂടെ നടത്തി കിട്ടുന്ന വസ്തുതകൾ സാധാ ജനങ്ങളുമായി പങ്കിടാൻ നമുക്കാവും. അതുകൊണ്ട് ഏത് പരിധിവരെ നമുക്ക് ഇത്തരം പ്രയാസങ്ങളെ ഭാവിയിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് എനിക്ക് സംശയങ്ങളുണ്ട്. ചില മേഖലകൾ നമുക്ക് വളരെ ലോലമായ പ്രദേശങ്ങളായി കാണുന്നിടത്ത് ജനവാസത്തെ നിയന്ത്രിക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഒരു എൻവയൺമെൻറ്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തിയതിന് ശേഷമേ തുടർന്നുള്ള നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാവുന്ന നിർദ്ദേശം വെച്ചിട്ടുണ്ട്. സാർ, നമ്മുടെ ഓരോ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രശ്നം അതാണ്. വികസനത്തിൻ്റെ ഓരോ നാമ്പിലും നാശത്തിൻ്റെ ഒരു വിത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാകുകയാണ്. അപ്പം അത്തരത്തിലുള്ള വികസന കാഴ്ചപ്പാട് മാറി ഒരു നൂതനമായ വികസന പരിപ്രേക്ഷ്യം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ നമുക്ക് ആവശ്യമാണ്. സാർ, അത്തരം വിശദാംശ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള വേദി അല്ലല്ലോ ഇത് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. വേദന അനുഭവിക്കുന്ന ജനങ്ങളോട് ഈ കാലത്തൊക്കെ നമുക്ക് കൂട്ടായി അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു, അവരുടെ പ്രയാസങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞു. ഇനി അവരെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങളിലും നമുക്ക് ഒരുമിച്ച് നിന്ന് ആ പ്രയാസങ്ങളെ അതിജീവിക്കാൻ അവർക്ക് അത്താണിയാകാം. അതിനുവേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർ, അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം പ്രകടിപ്പിച്ച വികാരത്തോട് പൂർണ്ണമായും യോജിക്കുകയാണ്. കേരളം കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് വലിയൊരു ദുരന്തത്തെയാണ് അഭിമുഖീകരിച്ചത്. അത് ആ ദുരന്തബാധിതരുടെ മാത്രമല്ല ഓരോ മലയാളിയുടെയും വേദനയായതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ അകത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ച് ആ ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന ഒരു സന്ദർഭം, ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും അതിർവരമ്പുകളില്ലാതെ നമ്മളെല്ലാവരും ഒന്നിച്ച് ആ ദുരന്ത മേഖലയിലേക്ക് എത്തുകയും അവരെ കൈപിടിച്ച് നിർത്തുവാൻ ഉള്ള ശ്രമം, അത് കേരളത്തിൻ്റെ വലിയ ഒരു പ്രത്യേകതകളിലൊന്നു തന്നെയാണ്. കേരളത്തിൻ്റെ മനസ്സാണ് സാർ അവിടെ വളരെ കൃത്യമായി കണക്കാക്കപ്പെട്ടത്. സോ നമ്മളിവിടെ സംസാരിക്കുമ്പോഴും 47ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ 47 പേരെ ഇനിയും കാണാനില്ല എന്നുള്ളതാണ്. സാർ, ആ വ്യക്തികളെ അവരെ കണ്ടെത്താനുള്ള നടപടികൾ ഇനിയും തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സാറേ, കഴിഞ്ഞ ദിവസം വന്ന വാർത്ത 56 വർഷങ്ങൾക്ക് മുമ്പ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഒരു മലയാളി സൈനികൻ തോമസ് ചെറിയാൻ്റെ മൃതദേഹം സൈന്യം കണ്ടെത്തിയ വാർത്ത വളരെ ആവേശത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും വായിച്ചത്. സൈന്യത്തിന് അതിന് സാങ്കേതിക മികവുണ്ട്, അതിനുള്ള ഇച്ഛാശക്തിയുണ്ട്. സാർ, അർജുൻ്റെ മൃതദേഹം 72 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തുവാനുള്ള സാഹചര്യമുണ്ടായി. സാർ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 47 പേരുടെ അവരെ കണ്ടെത്തുവാൻ, അവരുടെ മൃതദേഹാവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്തി അവർക്ക് സമാധാനപരമായ ഒരു യാത്രയയപ്പ് നൽകുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അത് ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. സാർ, പുനരധിവാസ പ്രവർത്തനങ്ങൾ അത് വളരെ കൃത്യമായ നിലയിൽ മുമ്പോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നല്ലൊരു ഏകോപനം ഇവിടെ ഉണ്ടായി. പക്ഷേ ആ ഏകോപനം തുടർന്നും വേണം എന്നുള്ള നിർദ്ദേശമാണ് വെക്കുവാനുള്ളത്. പുനരധിവാസം അത് ഭവന പുനർനിർമ്മാണത്തിൽ മാത്രമല്ല, A to Z, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടത് തൊട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ, അവരുടെ എഡ്യൂക്കേഷൻ പദ്ധതികളായിരിക്കാം, അവരുടെ മറ്റു തരത്തിലുള്ള അനാഥരാകപ്പെട്ട ബാല്യങ്ങൾ, ഒട്ടനവധി കാര്യങ്ങളുണ്ട് സാർ. ആ രീതിയിലുള്ള A to Z പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നീങ്ങുവാൻ കഴിയണം. അത് സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആവശ്യം. ലാഗിങ് ഉണ്ടാകുന്നു എന്നത് അതൊരു വിമർശന വിധേയമായി പറയുന്ന ഒന്നല്ല. ലാഗിങ് ഉണ്ടാകുന്നത് ആരുടെയും കുറ്റമല്ല, അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ്. സമയബന്ധിതമായ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് ഒരാശ്വാസമെങ്കിലും ആ ജനതയ്ക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ മുന്നറിയിപ്പ് പ്രവർത്തനങ്ങൾ, അത് പലപ്പോഴും മുന്നറിയിപ്പിനെ ഗൗരവമായി എടുത്തുകൊണ്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യുവാനുള്ളൊരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്.
ഇപ്പോൾ ഈ ഓറഞ്ച് അലേർട്ട് റെഡ് അലേർട്ടൊക്കെ മൊബൈൽ ഫോണിൽ വരുമ്പോൾ അത് ജസ്റ്റ് വായിച്ച് സ്വൈപ്പ് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതിനനുസൃതമായി ആക്ട് ചെയ്യുവാനായിട്ട് ശക്തമായ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. പല രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ, ഇപ്പോൾ ജപ്പാനിലൊക്കെ ഉണ്ടാകുന്ന എർത്ത് പ്രോണാണ്, പക്ഷേ അവിടെ കാഷ്വാലിറ്റീസ് വളരെ കുറവാണ്. അത് ജനങ്ങൾ അതിനനുസരിച്ച് അഡാപ്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ബോധവൽക്കരിക്കപ്പെടുന്നു, അതനുസരിച്ച് ആക്ട് ചെയ്യാൻ അവർക്ക് സാധ്യമാവുന്നു. ഒരു ദുരന്ത മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ എല്ലാം കൊടുക്കാൻ കഴിഞ്ഞൊന്നും വരികയില്ല, പക്ഷെ കൊടുക്കാൻ കഴിയുന്ന ദുരന്ത മുന്നറിയിപ്പുകളെ ഗൗരവമായി കാണാനും അതനുസരിച്ച് ജനങ്ങളെ അവർ സ്വമേധയാ മാറുവാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടത്, അതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നീങ്ങേണ്ടതായിട്ടുണ്ട്. സാർ, അത് ഈ ഒരു വലിയ ദുരന്തത്തെ നമ്മുടെ മുന്നിൽ നിലകൊള്ളുകയാണ്. അതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ആവർത്തിക്കുമെന്നത് ഒരു ദുഃഖസത്യമാണ്. ആവരുത് എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇന്നുണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള ദുരന്തങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതനുസൃതമായി എക്യുപ്ഡായി മുമ്പോട്ട് പോകാൻ കഴിയണം എന്ന് സൂചിപ്പിക്കുന്നു. അവിടെ മരണപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. ആ കുടുംബങ്ങളുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു. സാർ, രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് വയനാട്ടിൽ നാം കണ്ടത്. സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിൽ മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഏകദേശം 500-ൽ പരം ആളുകളുടെ ജീവൻ കവരുകയും ആയിരങ്ങൾ തീരാ ദുരിതങ്ങളെ അതിജീവിക്കുകയും ചെയ്ത വയനാട്ടിൽ രാജ്യം കണ്ട ഏറ്റവും മികച്ച ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. വയനാടിൻ്റെ ദുരന്ത ചിത്രങ്ങൾ എന്നും ഏവർക്കും ഒരു നൊമ്പരമായി. ദുരന്തത്തെ അതിജീവിച്ചവരുടെ പുനരധിവാസം ഏറ്റവും വേഗം പൂർത്തീകരിക്കുവാൻ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ദുരിതത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകുകയും ദുരന്ത മേഖലയിൽ ജീവൻ പണപ്പെടുത്തുകയും രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവരെയും ഹൃദയത്തിനുള്ളിൽ നിന്നും ആത്മാർത്ഥതയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സാർ, പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ എൻ്റെ വിശ്വാസമനുസരിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറയുന്ന, ശീലോഹോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 13 പേർ പാപികളായിരുന്നു, അല്ല മനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ നശിച്ചു പോകും എന്ന് എഴുതിയിരിക്കുന്നു. സാർ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു കാര്യവും വെറുതെ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്ന കാര്യങ്ങളുടെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ നമ്മുടെ നേതൃത്വത്തിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും കടമയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും അതിനോടൊപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ള മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റും അതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു. സാർ, മരിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അതുപോലെ എൻ്റെ മണ്ഡലത്തിലെയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ അനുശോചനം രേഖപ്പെടുത്തി നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാമേന്ദ്രൻ കടന്നപ്പള്ളി. സർ, ബഹുമാനപ്പെട്ട അംഗം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പ്രമുഖരായ നമ്മുടെ നേതാക്കളെല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. വയനാട് ദുരന്തത്തിന് ഒരു ആമുഖം ആവശ്യമില്ല, ഒരു മുഖവര ആവശ്യമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയ ഒരു ദുരന്തം അടുത്ത കാലത്തും ഉണ്ടായിട്ടില്ല. ആ സംഭവം നടന്ന അന്ന് പുലരാൻ നേരത്ത് 5:05 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ നിർദ്ദേശം ലഭിക്കുന്നത്. ഉടനെ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. നമ്മുടെ സഹപ്രവർത്തകരായ മന്ത്രിമാരും ഒക്കെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച രേഖപ്പെടുത്തുക സാധ്യമായി. അത്രയേറെ ഹൃദയഭേദകമായ രംഗങ്ങളാണ്. എല്ലാം നഷ്ടപ്പെട്ടവർ, അവരുടെ ദുഃഖം അവർക്കെല്ലാം തന്നെ ഒരുപോലെയാണ് പറയാനുണ്ടായിരുന്നത്. ആ ദുരന്തഭൂമിയിൽ ചിലവഴിച്ച നിമിഷങ്ങളെല്ലാം തന്നെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. രക്ഷകനായും രക്ഷാപ്രവർത്തനം നടത്താനും ഒരു ഭരണകൂടത്തിന് സാന്നിധ്യം ഉണ്ടായി എന്നതാണ് വയനാട് ദുരന്തത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുക. ഊർജ്ജസ്വലമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നിർദ്ദേശങ്ങളും അതുപോലെ ചുമതലപ്പെട്ട മന്ത്രിമാരും ഉൾപ്പെടെയുള്ള സംഘങ്ങളും കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാ
കക്ഷി ബന്ധങ്ങളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യസ്നേഹപരമായ ഒരു സ്നേഹസ്പർശം അവിടെ ഒഴുകിയെത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒഴുകിപ്പോയ വേദിപ്പാലം സായുധ സേനകൾ വന്ന് സൃഷ്ടിച്ചു കൊടുത്തു. ഏതെല്ലാം സ്രോതസ്സുകൾ സഹായിക്കണമോ ആ സഹായിക്കാൻ അവർ പ്രേരിപ്പിക്കാൻ സാധ്യമാകത്തക്ക നിലയിലുള്ള പ്രാദേശികവും അല്ലാത്തതുമായ സംസ്ഥാന ഭരണകൂടത്തിൻ്റെയും പ്രവർത്തനങ്ങളും ഊർജ്ജസ്വലമായ ഇടപെടലുകളും എല്ലാവരുടെയും സഹായങ്ങളുമൊക്കെ സമാഹരിക്കപ്പെട്ടപ്പോൾ വയനാടിന് ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുത്തുവാനും അവരുടെ ദുഃഖത്തിന്, നഷ്ടത്തിന്, ജീവൻ നഷ്ടപ്പെട്ടതിനൊന്നും പരിഹാരം കാണാൻ പെട്ടെന്ന് കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയും. പക്ഷേ അങ്ങനെ ഒരു രക്ഷകനും രക്ഷാപ്രവർത്തനം നടത്തുന്ന സംവിധാനവും ഈ സംസ്ഥാനത്തുണ്ടായി. ആ സംവിധാനത്തോട് പൂർണ്ണമായും സഹകരിക്കുന്ന ജനമനസ്സുകളെയും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കെല്ലാം അതീതമായി ഒരുപോലെ സഹായിക്കുന്ന ജനങ്ങൾ പ്രവർത്തിച്ചാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ പ്രത്യാഘാതങ്ങളെ കുറക്കാനും നേരിടാനും കഴിയുമെന്ന് ബോധ്യപ്പെടുത്താനും അവിടെ സാധിച്ചിട്ടുണ്ട്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം എത്രയോ പറയാൻ സംഭവങ്ങൾ കണ്ടത് വിശദീകരിക്കാനുണ്ടെങ്കിലും അതൊന്നും രേഖപ്പെടുത്തുക സാധ്യമല്ല. ഈ സഭ ആ ദുഃഖം പങ്കുവെക്കാനും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരമേൽപ്പിക്കാനും ഒക്കെ സന്നദ്ധമായ ഈ അപൂർവ സംഗമത്തിൽ നിന്നുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഞാനും എൻ്റെ ഹൃദയ നിറഞ്ഞ ആദരഞ്ജലികൾ രേഖപ്പെടുത്തുന്നു. സർ, ജൂലൈ മാസം 30 കേരളം ഉണർന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു ദുരന്തത്തിലുള്ള വാർത്തയുമായിട്ടാണ്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ദുരന്തം വാർത്ത ഞെട്ടിക്കുന്ന വാർത്തയിൽ നിന്നും വേദനിപ്പിക്കുന്ന വാർത്തയായി മാറി. ഓരോ നിമിഷവും വയനാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും സർവ്വതും നഷ്ടപ്പെട്ടവരുടെയും ദുഃഖകഥകളുണ്ട്. നമ്മുടെ നാട് മരവിച്ച് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. ഈ അവസ്ഥയിൽ അവർക്കെല്ലാ സഹായവും എത്തിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രിയും മറ്റു മന്ത്രിമാരും ഒരു വലിയ ടീമായി നിന്ന് പ്രവർത്തിച്ചത് വലിയൊരു ആശ്വാസമായി. അതിൽ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ സഹകരണവും ഉണ്ടായി എന്നത് പ്രശംസനീയമാണ്. എല്ലാവരും ചേർന്ന് രാഷ്ട്രീയം മറന്ന് ജാതിമത ചിന്തകളെല്ലാം മറന്നുകൊണ്ട് മലയാളി പതിവ് പോലെ ആ ദുരന്തത്തെ നേരിടാൻ, അവർക്ക് താങ്ങും തണലുമായി മാറാൻ മുന്നോട്ട് വന്നത് എപ്പോഴും അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യമാണ്. ഏതൊരു ദുരന്തത്തിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത, സ്നേഹം, ത്യാഗം, ഇതെല്ലാം നമുക്ക് അവിടെ വീണ്ടും കാണാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു പരിധിവരെ അവർക്ക് ആശ്വാസമായെങ്കിലും ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ടു, ജീവിത സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഇതൊന്നും തിരിച്ച് പഴയതുപോലെ ആക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർക്കുമെല്ലാം മാനസികമായ ഒരു കരുത്ത് പകരാൻ നമുക്ക് കഴിയണം. എല്ലാവരും അവരോടൊപ്പം അവർക്കൊരു തണലായി നിൽക്കാൻ എപ്പോഴും തയ്യാറാവണം. ഇവിടെ എല്ലാവരും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ളവർ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അദ്ദേഹത്തിൻ്റെ സ്നേഹവായ്പകൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹഭാവങ്ങൾ ദുരന്തത്തിൽപ്പെട്ടവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് മുഴുവൻ ഒരു വലിയ പ്രതീക്ഷ നൽകി. അദ്ദേഹത്തിൻ്റെ സ്നേഹഭാവത്തിൽ നിന്നും വളരെ അനുകമ്പാപൂർവമായ ഒരു സഹകരണവും ഒരു വലിയ സഹായവും കേരളത്തിന് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ നിമിഷം വരെ അത് ലഭിക്കാത്തതിൽ അതിയായ ഖേദമുണ്ട്. ഒരു ദുഃഖം കാണുകയും ആ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ അതിന് മുറിവ് ഉണങ്ങുന്നു. എപ്പോഴെങ്കിലും എന്നെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. മുറിവേറ്റിരിക്കുന്നവരുടെ മുറിവ് ഉണങ്ങാൻ അവിടെ മരുന്ന് വയ്ക്കേണ്ടത് ആ സമയത്താണ്. അതെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടും ഭരണകൂടം ഓർമ്മിപ്പിച്ചിട്ടും മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചിട്ടും നേരിൽ കണ്ടു പറഞ്ഞിട്ടും മാധ്യമങ്ങൾ ഒരുപോലെ ശബ്ദമുയർത്തിയിട്ടും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും ഒന്നും ഒരു കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഇനിയെങ്കിലും പ്രധാനമന്ത്രിയിൽ നിന്നൊരു സഹായം ഈ പാവപ്പെട്ടവർക്ക്, ഈ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അവിടുന്ന് സഹായമൊന്നും കിട്ടിയില്ലെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ച സഹായങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർ, നേരിട്ട് സഹായം നൽകാൻ തയ്യാറായി നിൽക്കുന്നവർ, ഇവരെയൊക്കെ അഭിനന്ദിക്കാതിരിക്കാൻ വകയില്ല. കാരണം നിമിഷ നേരം കൊണ്ട് അവരുടെ തീരുമാനങ്ങൾ അറിയിക്കുകയും അവരുടെ സഹായം എത്തിക്കുകയും ചെയ്യുന്നൊരു നല്ല മനസ്സ് ലോകത്തെമ്പാടുമുള്ള ഒരുപാട് വ്യക്തികൾ നടത്തിയിട്ടുണ്ട്. അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ നാടിൻ്റെ നന്ദിയാണ് അറിയിക്കുന്നത്.
നമ്മളെല്ലാവരും അവർക്കൊരു തണലാകണം. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് സ്നേഹം കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഈ ദുരന്തത്തെ വളരെ നല്ല നിലയിൽ, അതായത് ഒരു പരാതിക്ക് ഇടവരാതെ കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇനിയുള്ള നാളുകളിൽ അവർക്ക് നൽകാനുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇതെല്ലാം വേഗത്തിൽ തന്നെ നടത്തിക്കൊണ്ട് അവരെ ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞ സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും അവർ ഇനിയുള്ള ജീവിതം മനക്കരുത്തോടെ നേരിടാൻ അവർ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി കെ കെ രമ. സർ, സമാനതകളില്ലാത്ത ദുരന്തത്തിലൂടെയാണ് വയനാടും വിലങ്ങാടും കടന്നുപോയത്. വയനാട്ടിൽ ഉണ്ടായ ദുഃഖങ്ങൾ ഓരോ കുടുംബത്തിനും വ്യത്യസ്തമാണ്. ഉറ്റവർ നഷ്ടപ്പെട്ട, ഉടയവർ നഷ്ടപ്പെട്ട നിരവധി മനുഷ്യർ ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്. അതിൽ ശ്രുതിയുടെയൊക്കെ നൊമ്പരങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടു. അതിനുശേഷം പ്രതിശ്രുത വരനും നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ പക്ഷേ ശ്രുതിയെ ചേർത്ത് പിടിക്കാനൊക്കെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും കാണിച്ച ആ ഒരു സന്നദ്ധതയും തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. 47 മൃതദേഹ ആളുകളെ അവിടെ കാണാതായി എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്. അത് അങ്ങേയറ്റത്തെ ഖേദകരമായി ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ നഷ്ടപ്പെട്ട ആളുകളെ, കാണാതായ ആളുകളെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ഇനിയും തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. 72 ദിവസത്തെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കണ്ടുകിട്ടിയ അർജുനൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും അത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും ഇനിയും പുനരാരംഭിക്കണം എന്നൊരു അഭ്യർത്ഥനയോടെയാണ് ഈ അവസരത്തിൽ ഉള്ളത്. അതേപോലെ തന്നെയാണ് വയനാട്ടിലെ പോലെ തന്നെയാണ് ഏറ്റവും ദുരന്ത ഭൂമിയായി മാറിയതാണ് വിലങ്ങാട്. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് അത് ഈ വർഷം മാത്രമല്ല, 2019-ലും 2017-ലുമൊക്കെ അവിടെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു വലിയ തോതിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. മാത്യു മാഷ് ഒരുപാട് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ അന്ന് എല്ലാവർക്കും അലർട്ട് കൊടുത്തു, എല്ലാവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. പക്ഷേ അവസാനം മാത്യു മാഷ് മലവെള്ളം എടുക്കുകയാണ് ഉണ്ടായത്. ആ മനുഷ്യജീവനുകൾ ഒന്ന് മാത്രമേ അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എങ്കിലും അവിടുത്തെ നഷ്ടം വലിയ നാശനഷ്ടമാണ് വിലങ്ങാടുണ്ടായിരിക്കുന്നത്. ഏക്കർ കണക്കിന് കൃഷിഭൂമി നശിച്ചിട്ടുണ്ട്. 50-ലധികം ഏക്കർ കൃഷിഭൂമി നശിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇപ്പോൾ ആളുകൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ സാഹചര്യമുണ്ട്. അപ്പോൾ വേണ്ടത്ര സർക്കാർ സംവിധാനം അവിടേക്ക് എത്തിയോ എന്നൊരു സംശയവും കൂടെ ഉണ്ട്. ഒന്നുകൂടി ആ കാര്യത്തിൽ, വിലങ്ങാട് കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അവിടുത്തെ ലോൺ എടുത്ത മനുഷ്യർ പലർക്കും മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയല്ല, അത് കാർഷിക കടങ്ങൾ ഉൾപ്പെടെ എഴുതിത്തള്ളുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇനി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിൽ വിലങ്ങാട്ടെ മനുഷ്യർ ഇപ്പോഴും നിൽക്കുകയാണ്. അത് ആ തരത്തിൽ ഒരു പരിഗണന വിലങ്ങാടിന് കൂടി ഉണ്ടാകണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഈ 2 സ്ഥലങ്ങളിലെയും ഈ വലിയ ദുരന്തത്തിനോട് അവിടെ നഷ്ടപ്പെട്ട മനുഷ്യജീവനുടെ അവരുടെ വേർപാടിനോടൊപ്പം ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു. മരിച്ച എല്ലാവരുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ശ്രീ കെ പി മോഹൻ. ബഹുമാനപ്പെട്ട സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും നേതാവും മറ്റുള്ളവരും പ്രകടിപ്പിച്ച ഞാനും പങ്കുചേരുകയാണ്. സർ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം, വളരെ വേദനയോടുകൂടി ഒന്ന് പറയാനുള്ളത്, ഇനി ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ച വിശദമായിട്ടുണ്ടാവണം. പ്രത്യേകിച്ച് റവന്യൂവും അതുപോലെ തന്നെ ദുരന്ത നിവാരണവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ചെയ്യണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, സമാനതകളില്ലാത്ത ദുരന്തം, ആ സമാനതയില്ലാത്ത ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് പലരുടെയും ഭാഗത്തുനിന്നുണ്ടായത്. സർക്കാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തന്നെ. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ തന്നെ വ്യക്തികൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഞങ്ങൾ പുനരധിവാസത്തിന് തയ്യാറാണ്, ഇന്നേ സ്ഥലം ഞങ്ങൾക്ക് തന്നാൽ അവിടെ വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. സർ, വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഇടപെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് വ്യക്തികളും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ തയ്യാറാണ്. ഇനിയൊരു ദുരന്തം ഉണ്ടാവരുത് സാർ. സാർ, ഇവിടെ രമ സൂചിപ്പിച്ച പോലെ വിലങ്ങാട് പ്രശ്നം, വിലങ്ങാട് ഞങ്ങൾ തന്നെ പോയപ്പോൾ തന്നെ കണ്ടത് കാഴ്ച വളരെ വേദനാജനകമാണ്. മാത്യു മാസ്റ്ററെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് ഇടയിലാണ് സാർ അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ
ഒറ്റക്കാണ് അവിടെ താമസിക്കുന്നത്. മക്കളൊക്കെ തന്നെ അങ്ങ് കുറഞ്ഞ സ്ഥലത്ത് ജോലിയിലാണ്, ഒറ്റക്കാണ് താമസിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ജോലി കൊടുത്തേ പറ്റൂ. അങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ട് ഓരോരുത്തരെയും സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമായിട്ടത് മാറും. ഞാൻ കൂടുതൽ കാര്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഇവരുടെ കുടുംബാംഗങ്ങളെയും മരണപ്പെട്ടവരുണ്ട്, മരണപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്, ഒക്കെ തന്നെ ഉണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയൊക്കെ തന്നെ അവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റു മന്ത്രിമാരും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും അവിടുത്തെ ആളുകളുടെ വേദന തീരണമെങ്കിൽ അവർക്ക് പുനരധിവാസം നിർബന്ധമാണ്. കേന്ദ്രത്തോട് പറഞ്ഞപ്പോൾ കേന്ദ്രം കൈമലർത്തുകയാണ് ചെയ്തത്. അതുപോരാ, നമ്മൾ ഒറ്റക്കെട്ടായി ഈ നിയമസഭ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു. സാർ, എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യണം. എല്ലാവരും അവിടെ കുടുംബം നഷ്ടപ്പെട്ടവരും അതുപോലെ തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടവരും ഒക്കെ തന്നെ അവരുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഞാനും പങ്കുചേർന്നു. സർ, ബഹുമാനപ്പെട്ട സ്പീക്കറും ബഹുമാനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇവിടെ പ്രകടിപ്പിച്ച എല്ലാ വികാരങ്ങളോടും യോജിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തുണ്ടായിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തത്തിനാണ് വയനാടിലെ മുണ്ടിക്കൈയിലും ചൂരൽമലയിലും നാം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും നിരവധി കുടുംബങ്ങളുടെ ജീവനോപാധികൾ എന്നേക്കുമായി ഇല്ലാതായി പോവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടുണ്ടായ ദുരന്തവും ആൾനാശം കുറവാണെങ്കിലും വലിയ രീതിയിൽ കൃഷിയിടങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്. അവരുടെ ജീവിതോപാധി എന്ന നിലക്ക് അവർക്കതിനുള്ള പരിഹാരങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. വലിയ രീതിയിൽ മരണം സംഭവിച്ചിട്ടില്ലെങ്കിലും പ്രകൃതി ദുരന്തത്തിൻ്റെ കാര്യത്തിൽ വയനാടിനോട് അടുത്ത് തന്നെ വിലങ്ങാടും നിൽക്കുകയാണ്. രണ്ട് പ്രശ്നങ്ങളെയും സമഗ്രമായി തന്നെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള പദ്ധതിയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഏക ശ്ലാഘനീയമാണ്. ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ചു ചേർത്ത് പഴയതുപോലെ അവരെ ഏകോപിപ്പിച്ച് നിർത്താനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും ശ്ലാഘനീയമാണ്. ബഹുമാന്യരായ മന്ത്രിമാർ ദിവസങ്ങളോളം അവിടെ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായി. മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രതിപക്ഷവും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സേനകളും എല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ദുരിതാശ്വാസ പ്രവർത്തനമാണ് വയനാട്ടിൽ നടത്തിയിട്ടുള്ളത്. പലതിലും നമ്മൾ കേരളം ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാകാറുള്ളത് പോലെ തന്നെ ദുരിതാശ്വാസ രംഗത്തും ഒറ്റക്കെട്ടായി രാഷ്ട്രീയ ജാതിമത ചിന്തകൾ വെടിഞ്ഞുകൊണ്ട് നാം നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം ഇന്ത്യ രാജ്യം നന്ദിയോടെ സ്മരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന നിലയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായ ഒരുപാട് അവകാശങ്ങളുണ്ട്. പലപ്പോഴും അത് നിഷേധിക്കപ്പെടുന്നു എന്നത് ഏറെ ദുഃഖകരമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് ദുഃഖബാധിതരെ നേരിൽ കാണുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അവിടെ മുതൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം കേന്ദ്ര സഹായം ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇനിയും ഒരു സഹായവും ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നത് ഏറെ വേദനാജനകമാണ്. തുടർന്നുള്ള ദിവസങ്ങളെങ്കിലും കേരളത്തിലെ ആബാലവൃദ്ധം ജനത ആവശ്യപ്പെടുന്നൊരാവശ്യമെന്ന നിലക്ക്, കേരളത്തിലെ പാവപ്പെട്ടവരുടെ പ്രശ്നമെന്ന നിലക്ക് കേന്ദ്രം കനിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ട ശ്രമങ്ങൾ നമുക്ക് ഒന്നായി തുടരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരം ദുരിതങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇത്തരം ലോലപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകാൻ ആധുനിക സംവിധാനങ്ങൾ, എന്തൊക്കെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഗൗരവതരമായി ചിന്തിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. വയനാട്ടിൽ മരിച്ചില്ലെങ്കിലും മരണത്തോട് അഭിമുഖം നിന്നുകൊണ്ട് തങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് തുടർന്ന് അങ്ങോട്ട് ജീവിക്കാൻ, ഒരിക്കലും ഒരു മരണം തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഇല്ലാതാക്കാൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഭൂമിക്ക് പകരം എന്ത് ചെയ്യാൻ പറ്റും എന്നുകൂടി ഗൗരവതരമായി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വയനാട്ടിൽ മരിച്ച കുടുംബങ്ങളോടൊപ്പവും വയനാട്ടിലെ ദുരിതബാധിതരോടൊപ്പവും പങ്കുചേർന്നുകൊണ്ട് ഈ സഭയുടെ ദുഃഖത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേർന്നു. ആന്റണി രാജു. സർ, കേരള ചരിത്രത്തിലെ ഏറ്റവും അധികം മനുഷ്യജീവൻ കവർന്ന ദുരന്തത്തെയാണ് നാം അഭിമുഖീകരിച്ചത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്ഭുതകരമായ വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ ശാസ്ത്രം പോലും പരാജയപ്പെടുന്നതാണ് നാം എല്ലാം കണ്ടത്. ഈ ദുരന്ത സമയത്ത് വിവിധ വകുപ്പുകളുടെ സമയബന്ധിതമായ, സമാനതകളില്ലാത്ത
രക്ഷാപ്രവർത്തനത്തിനാണ് വയനാട് കാണാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം റവന്യൂ മന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഒരു മന്ത്രി സംഘം 1 മാസത്തിലേറെക്കാലം അവിടെ ക്യാമ്പ് ചെയ്ത് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ, പരാതിക്കിടയില്ലാത്തത് നേതൃത്വം നൽകിയ കാഴ്ചയും കേരളം കണ്ടു. സാർ, ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഒരുമിക്കുന്ന മലയാളി മനസ്സിനെയും ഒരിക്കൽ കൂടി ലോകം കണ്ടു. സാർ, പുനരധിവാസ പ്രവർത്തനത്തിൽ വളരെ വ്യക്തതയോടും കൃത്യതയോടുമാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് സമൂഹം നോക്കിക്കാണുന്നത്. സുസ്ഥിരമായ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന ഗവൺമെൻറ് തീരുമാനത്തെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. സാർ, നഷ്ടപ്പെട്ടവരോടുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു. ശ്രീ കോവൂർ. സാർ, കേരളത്തെ കരയിപ്പിച്ച വലിയൊരു സംഭവമാണ് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായിട്ടുള്ളത്. ഈ അതിദാരുണമായ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഉപനേതാവും അടക്കം എല്ലാവരും അവിടെ ഓടിയെത്തുകയുണ്ടായി. വലിയ സഹായമാണ് സാർ എല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒഡീഷയിൽ പോയപ്പോൾ അവിടുത്തെ മലയാളി അസോസിയേഷൻ ഞങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത്, വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ഞങ്ങളും വീട് വെച്ച് നൽകും എന്ന് പറഞ്ഞു. സാർ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മലയാളികൾ താമസിക്കുന്നുണ്ട് സാർ. അവരെല്ലാം വീട് വെച്ച് നൽകാൻ തയ്യാറാണ്. അതേപോലെ തന്നെ വിദേശ മലയാളികൾ അടക്കം ഒരുപാട് പേർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. സാറ്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ബഹുമാന്യനായ ശ്രീ മാത്യു ടി തോമസ് അവർ പറഞ്ഞതുപോലെ കൊല്ലം ജില്ല കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു പെരുമൺ ദുരന്തം, ട്രെയിൻ അപകടം. 100-ലധികം പേർ അവിടെ മരിച്ചു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് മുണ്ടക്കയിലും ചൂരമലയിലും അതേപോലെ തന്നെ വിലങ്ങാടും ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് പേർ നമുക്ക് നഷ്ടപ്പെട്ടു. സാർ, ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ വലിയ മനോവിഷം തോന്നി. ഒരുപാട് പേരുടെ തേങ്ങലുകൾ നമുക്കിപ്പോഴും നമ്മുടെ കാതിൽ നിറഞ്ഞു നിൽക്കുകയാണ് സാർ. സാറ്, മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ മന്ത്രിമാർ ബഹുമാന്യനായ ശ്രീ കെ രാജൻ, ബഹുമാന്യനായ ശ്രീ കെ മുഹമ്മദ് റിയാസ്, ബഹുമാന്യനായ ശ്രീ എ കെ ശശീന്ദ്രൻ, ബഹുമാന്യനായ ശ്രീ OR കേളു വീടുകളിൽ പോകാതെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് സാർ സർക്കാരിന് വേണ്ടി ഈ പ്രവർത്തനമെല്ലാം നടത്തിയത്. വയനാട് ജില്ലയിലെ 2 MLA-മാർ, ഞാൻ പേരെടുത്ത് പറയുന്നു, നമ്മുടെ സിദ്ദിഖിൻ്റെ മണ്ഡലത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. സിദ്ദിഖും IC ബാലകൃഷ്ണനും അവിടുത്തെ മന്ത്രിയായിട്ടുള്ള OR കേളു അവിടെ പൂർണ്ണമായും നിന്നു. നമ്മുടെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളും, കേരളത്തിലെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ നന്നായിട്ടാണ് ജോലിയെടുത്തത്. വിജയകരമായി അത് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇവിടെ പ്രധാനമന്ത്രി ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ആ സഹായമെല്ലാം പത്രത്തിലൂടെ മാത്രമേ ഉള്ളൂ എന്നത് ഒരു വസ്തുതയായി കാണുന്നു. സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത്. അത് ലഭിക്കും. അത് ലഭിച്ചതിന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും പ്രതിപക്ഷവും വളരെ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ദുരന്തത്തെ നേരിട്ടത്. ദുഃഖിതരായ കുടുംബാംഗങ്ങളോടൊപ്പം ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേർന്നുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ എല്ലാവിധമായ അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സർ, വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിൽ അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കളും പങ്കുവച്ച വികാരങ്ങളോട് ഞാൻ യോജിക്കുന്നു. സർ, നാടിനെ നടുക്കിയ ഏറ്റവും വലിയ ദുഃഖകരമായ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. ജീവനും സ്വത്തും സകലതും നഷ്ടപ്പെട്ട ഹൃദയഭേദകമായ കാഴ്ചയാണ് സർ വയനാട്ടിലും വിലങ്ങാട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാ നഷ്ടപ്പെട്ടവരുടെ ദീനരോധനത്തോടും ദയനീയാവസ്ഥയും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. ആ ജനതയുടെ മുഴുവൻ വികാരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന
അവഗണനയോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ശ്രീ ടി സിദ്ദീഖ്. സർ, അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും എല്ലാവരും പ്രകടിപ്പിച്ചതായ എല്ലാ വികാരങ്ങളോടും പൂർണ്ണമായി മനസ്സിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. ജൂലൈ മാസം 30 പുലർച്ചെ അർദ്ധരാത്രിയിൽ 1:30 മണിയോടനുബന്ധിച്ച് അടുത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടലും അതിനെ തുടർന്നുണ്ടായ 2 ഡാം ദുരന്തം പോലെയുള്ളതായ അനുബന്ധ ദുരന്തങ്ങളും എല്ലാം ചേർത്ത് മുണ്ടകയിലും ചൂരൽമലയിലുമുണ്ടായ ഒരു മഹാദുരന്തം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ പ്രകൃതി ദുരന്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. സർ, ഇപ്പോഴും 50ഓളം ആളുകൾ ഇപ്പോഴും അവിടെ ഇനിയും നമുക്ക് വീണ്ടെടുക്കാനുണ്ട്. അവിടെ നിരവധിയായിട്ടുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഈ ദുരന്തം പോലെ ഉണ്ടായിട്ടുണ്ട്. ദുരന്തത്തിൻ്റെ ശേഷിപ്പായി പ്രകൃതിയുടെ ദുരന്തങ്ങളും സാമൂഹ്യ ദുരന്തങ്ങളും എല്ലാം ഇഴചേർന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇന്ന് നാം അനുഭവിക്കുന്നത് കടുത്ത രീതിയിലുള്ളതായ പ്രയാസകരമായ സാഹചര്യമാണ്. അതിനെ നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തേണ്ടതുണ്ട്. സർ, മുൻകരുതൽ നടപടികളെക്കുറിച്ച് വളരെ വിശദമായ ചർച്ച നടത്തി. ഇനിയൊരു ദുരന്തം ഇതുപോലെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കേണ്ടതായ സാഹചര്യം മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തം. നമ്മുടെ ഉത്തരവാദിത്തം ഇനിയൊരു ദുരന്തം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ നടപടികളാണ്. അഗ്നിപർവ്വതം പൊട്ടുന്നതിന് മുമ്പ് അതിന് മുമ്പായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അലാറം കൊടുക്കലും, ഒരു ടൊർണാഡോയുണ്ടാകുമ്പോൾ അതിനു മുമ്പായിട്ടുള്ള മുൻകരുതൽ കൊടുക്കലും, അതുപോലെ കടുത്തതായിരിക്കുന്ന മഴയുണ്ടാകുമ്പോൾ അതിൻ്റെ മുൻകരുതൽ കൊടുക്കലും, ഇതെല്ലാം തന്നെ ലോകത്ത് ആധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് എല്ലാം ലഭ്യമാണ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സമ്പൂർണ്ണമായി സ്വീകരിച്ച് നമ്മുടെ നാടിനെ കാക്കാനുള്ളതായ ഏറ്റവും വലിയ മുൻകരുതൽ നടപടികളിലേക്കുള്ള വെളിച്ചമെത്തിക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനമായ ഉത്തരവാദിത്തമാണ് ഈ ദുരന്തം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സൂചന. സർ, ഞാനൊരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് സമയമെടുക്കുന്നില്ല, അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, അവിടെ ഉണ്ടായിട്ടുള്ള മെൻ്റൽ ട്രോമ, ഒരു കുട്ടി അവിടെ 30-ലധികം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ട്യൂഷൻ എടുത്തിരുന്നു. അതിൽ 5 കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. നിരവധിയായിട്ടുള്ള മെൻ്റൽ ട്രോമ, സൈക്കോ തെറാപ്പി അടക്കം നടത്തി ഇപ്പോഴും മോചിതമാകാതെ മുന്നോട്ട് പോകുന്ന ഗൗരവതരമായിട്ടുള്ള സാഹചര്യമുണ്ട്. DNA ടെസ്റ്റ് നടത്തി ഓരോ ഫലങ്ങൾ ഇപ്പം പുറത്തു വരുമ്പോൾ ആ ഫലങ്ങൾക്കനുസരിച്ച് ബോഡികൾ ഓരോ ഇടത്തു നിന്ന് മാറ്റുകയാണ്. നാളെ ജോണിയുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ നിന്ന് വെള്ളാർമലയിൽ ചൂരൽമലയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലേക്ക് മാറ്റുകയാണ്. അവിടെ നിന്ന് പൊതുശ്മശാനത്തിൽ നിന്ന് മേപ്പാടിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ പൊതുശ്മശാനത്തിലേക്ക് മാറ്റുന്നത്, ഖബർസ്ഥാനിൽ നിന്ന് പൊതുശ്മശാനത്തിലേക്ക് മാറ്റുന്നത്, പരസ്പരം ഐക്യത്തോടുകൂടി ഒരു ജനത ഇപ്പോഴും ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. തോരാത്ത വേദനയിലും പ്രയാസങ്ങളിലും അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് തേടാൻ ആഗ്രഹിക്കുന്നതായ വയനാട്ടിലെ ജനതയെ ചേർത്ത് നിർത്തി ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും ദുരന്തത്തിൻ്റെ ഒരു ചെറിയതായിരിക്കുന്ന വൈഷമ്യം പോലുമില്ലാതെ ബാക്കിയായ മുഴുവൻ ആളുകളെയും ജീവിതത്തിൽ പകച്ചു നിൽക്കാതെ സമ്പൂർണ്ണമായി അവരെ ചേർത്ത് നിർത്തി പുനരധിവാസ പ്രവർത്തനം, അത് പുനരധിവാസം സ്ട്രക്ചറൽ ആവാതെ അവരുടെ സാമൂഹ്യ വികാസവും അവരുടെ സാമ്പത്തിക വികാസവും അവരുടെ സാംസ്കാരിക വികാസവും വിദ്യാഭ്യാസ ആരോഗ്യ വികാസ പ്രവർത്തനവുമാണ് പുനരധിവാസം എന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള സമ്പൂർണ്ണ പുനരധിവാസത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും ഒരുമിച്ച് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതുകൂടെ പ്രത്യേകം പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ട ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് മുണ്ടകയിൽ വെച്ചായിരുന്നു സർ. ആ മുണ്ടകയിൽ ഇന്നിപ്പോൾ നിരവധി ആളുകളില്ല, ആ സ്ഥലങ്ങളില്ല. നമ്മളൊക്കെ വന്നതും ചേർന്ന് വന്നതുമായിട്ടുള്ള സ്ഥലങ്ങളാണ്. തീർച്ചയായും എല്ലാവരും വന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു, മുഖ്യമന്ത്രി വന്നു, മന്ത്രിമാർ വന്നു, പ്രതിപക്ഷ നേതാവ് വന്നു, പ്രതിപക്ഷ ഉപനേതാവ് വന്നു, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വന്നു, ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വന്നു, പ്രിയങ്ക ഗാന്ധി വന്നു,
KC വേണുഗോപാൽ അടക്കമുള്ള നിരവധിയായ നേതൃത്വം എല്ലാവരും വന്നു ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ വേദനിക്കുന്നതായ ആളുകളുടെ അതേ മനോവേദനയും വേദനയും വയനാട്ടിലുള്ള ആളുകൾക്കുമുണ്ട് എന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തോട് ഒരു വരി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് നമ്മിൽ നിന്നും അകന്നുപോയ, കാണാമറയത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ പ്രകൃതി ദുരന്തം എടുത്തുകൊണ്ടുപോയതായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരുടെ തീരാ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനം. ശ്രീ K. വിജയൻ. സർ, സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അങ്ങും മറ്റ് കക്ഷി നേതാക്കന്മാരും എല്ലാം തന്നെ സംസാരിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഒരേ സമയത്താണ് വയനാട്ടിലും വിലങ്ങാടും ഈ ദുരന്തമുണ്ടായത്. ഒരേ ദിവസം. വിലങ്ങാട് 2018 അനുഭവം കാഷ്വാലിറ്റി കുറയ്ക്കുന്നതിൽ അനുഭവമാണ് ഗുരുനാഥൻ എന്ന നിലയ്ക്ക് അവിടുത്തെ സമൂഹത്തിന് ബോധ്യമായതുകൊണ്ടാണ് മരണനിരക്ക് കുറഞ്ഞത്. ഒരേ സമയത്ത് ഏകദേശം 100-നടുത്ത് സ്ഥലത്താണ് വലുതും ചെറുതുമായി ഉരുൾപൊട്ടിയത്. ആ വെള്ളം 45 കിലോമീറ്റർ പുഴയിലൂടെ ഒഴുകിയാണ് മാഹിയിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഭാഗമായി പുഴ കടന്നു പോകുന്ന പഞ്ചായത്തുകളുടെ ഓരങ്ങളിൽ എല്ലാം തന്നെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടിയ സമയത്ത് മരണപ്പെട്ട മാത്യുമാഷോടൊപ്പം തന്നെ വളയത്തെ ഒരു പിഞ്ചുകുഞ്ഞും ഇടച്ചേരി ഒരു ചെറുപ്പക്കാരനും വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോൺ പരിശോധന കഴിഞ്ഞിട്ടേ ഉള്ളൂ. പുനരധിവാസം എങ്ങനെയെന്ന് നിർണ്ണയിക്കാനുള്ള ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായാലേ എത്ര പേരെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ആദ്യ റൗണ്ടിൽ വീടുകൾ നഷ്ടപ്പെട്ട ആളുകളെ പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെട്ടവരെ മാറ്റി താമസിപ്പിച്ചെങ്കിൽ പിന്നീടുണ്ടായ ശക്തമായ മഴയിൽ 70-ഓളം കുടുംബങ്ങളെ കൂടി വാടകയ്ക്ക് മാറ്റി താമസിപ്പിച്ച സാഹചര്യവും അവിടെ ഉണ്ട്. കുറച്ച് പേർ കുടുംബ വീടുകളിലുമാണുള്ളത്. അവിടെ താമസിക്കുന്നവരോട് അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിൽക്കുന്നവരോട് അവിടെ തന്നെ താമസിക്കണമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഈ പഠനം പൂർത്തിയാക്കിയതിന് ശേഷമേ നമുക്ക് എത്രമാത്രം ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും എന്ന് നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ. പ്രാഥമികമായി സ്ഥലങ്ങൾ കണ്ടെത്തുന്ന പരിശോധന ജനകീയമായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ശാസ്ത്രീയ പരിശോധന അതിവേഗതയിൽ പൂർത്തീകരിച്ചാലേ നമുക്ക് അതിൻ്റെ പൂർണ്ണത കൈവരുത്താൻ കഴിയൂ എന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആദിവാസി കുടുംബങ്ങളാണ് കൂടുതലായി ഉള്ളത്. അവരുടെ ജാഗ്രതയേറിയ സമീപനം തീർച്ചയായും കാഷ്വാലിറ്റി കുറയുന്നതിൽ സഹായകരമായി വളരെ വേഗം അവർ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായാണ് നമുക്ക് മരണനിരക്ക് അല്ലെങ്കിൽ മരണം കുറഞ്ഞത്. ഇതിൽ നിന്ന് നമ്മുടെ നാടിനെ മോചിപ്പിക്കാൻ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ മഴ വരുമ്പോൾ അല്ലെങ്കിൽ കെടുതികൾ വരുമ്പോൾ അറിയിക്കാനുള്ള പ്രാദേശികമായ ഒരു സമീപനം ഉണ്ടാവണം എന്ന് കാണേണ്ടതുണ്ട്. നിയമസഭാ കമ്മിറ്റി, പരിസ്ഥിതി കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ ഒട്ടേറെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്തപ്പോൾ അതിനുള്ള സംവിധാനം ഒരുക്കാൻ കഴിയും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഏതായാലും അത്തരമൊരു നിലപാട് നമ്മുടെ കേരളമാകെ സ്വീകരിക്കേണ്ടുന്ന സാഹചര്യമാണുള്ളത്. 350 കിലോമീറ്ററേക്കാൾ വേഗതയിലായിരിക്കാം ഈ മഴ വന്നത് എന്നാണ്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്കുണ്ടായത് എന്നാണ് വയനാട്ടിലെയും വിലങ്ങാടെയും ഒഴുക്കിനെക്കുറിച്ച് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഇനിയും മിന്നൽ മഴകൾ വരികയാണെങ്കിൽ ഉണ്ടാകുന്ന അനുഭവത്തെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവിടെ ഇനി ബഹുമാനപ്പെട്ട മന്ത്രിമാർ
ഒട്ടേറെ പേർ വന്നു. പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാക്കന്മാരെല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. ഈ 45 കിലോമീറ്ററിൽ നല്ല ശതമാനം പുഴയും ഇന്ന് നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. വലിയ തോതിൽ മണ്ണ് വന്ന് തുറന്നിരിക്കുകയാണ്. ഇനിയൊരു മഴ വന്നാൽ വളരെ വേഗം പ്രളയമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. മരങ്ങൾ അതേപോലെ തന്നെ വലിയ തോതിൽ ഈ മണ്ണിൻ്റെ അടികളും ഒക്കെയായി നിൽക്കുന്നുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ അന്ന് നടത്തിയ ഒരു ശ്രമത്തിനപ്പുറത്തേക്ക് നമുക്കത് മാറ്റണമെങ്കിൽ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കൂ എന്ന ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. ഒട്ടേറെ പാലങ്ങൾ പോയിട്ടുണ്ട്, ഗ്രാമീണ റോഡുകൾ പോയിട്ടുണ്ട്, മലയോര ഹൈവേയിൽപ്പെട്ട പേൾപിടി റോഡ് തകർന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ നഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് നീങ്ങേണ്ടത്. ഇവിടെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ കൈമേ മറന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഉറങ്ങാതെ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളോളം ഈ പ്രവർത്തനം നടത്തേണ്ട അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള വിലങ്ങാടിനെ വിലങ്ങാടായി സൃഷ്ടിക്കുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുള്ളത്. കാരണം എല്ലാ റോഡുകളും തകർന്നിരുന്നു. താൽക്കാലിക പാലങ്ങളിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. അതിനൊക്കെ ഒരു പ്രാഥമിക നിർമ്മാണങ്ങൾ ഇപ്പം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ടുപോയ മേഖലകളിൽ ജനങ്ങളെ സഹായിക്കാൻ കണ്ണൂർ ജില്ലയുടെ സഹായം കൂടി തേടിക്കൊണ്ടാണ് അവർക്ക് ഭക്ഷണ സാധനങ്ങളും എല്ലാം എത്തിക്കാൻ തീരുമാനിച്ചത്. ആദ്യം 8 ക്യാമ്പുകളായിരുന്നെങ്കിൽ പിന്നീട് ക്യാമ്പുകളൊന്നും തന്നെ സുരക്ഷിതമല്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പുകളുടെ എണ്ണം കുറച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ക്യാമ്പ് സുരക്ഷിതമാണ് എന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് വീണ്ടും അതിരൂക്ഷമായ മഴ വന്നതിനെ തുടർന്ന് കലക്ടറും മറ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉണ്ട്, ഞങ്ങളെല്ലാം ഒറ്റപ്പെട്ടു ഒരു സാഹചര്യം വന്നപ്പോൾ ആ ക്യാമ്പും പോലീസിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് NTR സേനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗം വീണ്ടും മാറ്റുന്ന സാഹചര്യം വന്നത്. അങ്ങനൊരു വല്ലാത്തൊരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പിന്നീട് വളരെ അകലെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് വരെ ക്യാമ്പ് മാറ്റുന്ന ഒരു നില വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് ഇനി അവരെ താമസിപ്പിക്കുന്ന പുനരധിവാസത്തെക്കുറിച്ചുള്ളൊരു സൂക്ഷ്മ പരിശോധന, ശാസ്ത്രീയമായ പരിശോധന നടത്തിയതിന് ശേഷം നമുക്ക് എത്ര പേരെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതിനൊരു ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സത്രമായൊരു ശ്രമം കൂടി ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് പ്രിയപ്പെട്ടവരായ നമ്മോടൊപ്പം ജീവിക്കേണ്ടുന്ന എത്രയോ മനുഷ്യരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ തലകുനിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കെ രാജൻ. സർ, അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളുമെല്ലാം ഇവിടെ പറഞ്ഞ വികാരത്തിനോട് പൊതുവെ ഈ സഭയാകെ യോജിക്കുകയാണ്. സാർ, വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ദുരന്തം ഇവിടെ എല്ലാവരും സംസാരിക്കുമ്പോൾ ചിലരെങ്കിലും വയനാട് എന്ന പദപ്രയോഗം നടത്തുമ്പോൾ ചൂരൽമല എന്നതിലേക്ക് കേന്ദ്രീകരിക്കണം എന്നാണ് ആദ്യം അറിയിക്കാനുള്ള അഭ്യർത്ഥന. കാരണം വയനാട് എന്ന് തുടർച്ചയായിട്ടുള്ള പ്രയോഗങ്ങൾ വയനാട്ടിലേക്ക് ആളുകൾ എത്തുന്നതിൽ പോലും പ്രയാസമുണ്ടാകുന്നു എന്ന പൊതുസമൂഹത്തിൻ്റെ അഭ്യർത്ഥന കൂടി കണക്കിലെടുത്തുകൊണ്ട് ചൂരൽമലയിലുണ്ടായ ദുരന്തം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ ഭീകരമാണ്. സാർ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിൽ എത്തിച്ചേരാവുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കക്ഷി നേതാക്കൾ ഉൾപ്പെടെ എത്തിച്ചേർന്ന് എല്ലാവിധത്തിലുള്ള സഹായങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചതാണെങ്കിലും ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഇന്നും അവിടെ പൂർണ്ണമായി ചെന്ന് നിന്നവരുടെയൊക്കെ മനസ്സിൽ അതിഭീകരമായിട്ടുള്ളൊരു അനുഭവമായി വല്ലാതെ നമ്മളെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികാരമായി നിലനിൽക്കുകയാണ്. നമുക്ക് ചൂരൽമലയിലെ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരിക എന്ന പ്രയത്നം ഇതിലവസാനിക്കുന്നതേ അല്ല. നേരത്തെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ അവരെ മനസ്സുകൊണ്ട് പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകേണ്ടി വരും. മരണപ്പെട്ടവരെക്കാൾ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ നേരിട്ട് നിന്ന് ആ മരണം പൂർണ്ണമായി കണ്ടതിൻ്റെ അതിഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ അവരിപ്പോഴും വിവരിക്കുമ്പോൾ എല്ലാ വിധത്തിലും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൗൺസിലേഴ്സിനെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രയത്നങ്ങൾ നമ്മൾ നടത്തുമ്പോഴും നമ്മളെല്ലാം ഇനിയും അവരുടെ കൂട്ടത്തിൽ നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചൂരൽമലയിൽ ഈ ദുരന്തമുണ്ടായപ്പോൾ മുണ്ടക്കയിലും പുഞ്ചിരിമുറ്റത്തും അട്ടാമലയിലും ആറാമലയിലും ഒക്കെ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ജൂലൈ 30 വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചെത്തിച്ചു എന്നുള്ളത് ഒരു വലിയ വിജയമാണെങ്കിലും അവിടെ തുടർന്ന് ആളുകളെ കണ്ടെത്താനും മൃതദേഹങ്ങൾ മാത്രമല്ല മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനും നമ്മുടെ മുമ്പിലേക്ക് പോലീസും ഫയർഫോഴ്സും മുതൽ പട്ടാളം വരെയുള്ള 18 സൈന്യ വിഭാഗങ്ങളും അതിനേക്കാൾ ഉപരിയായി യഥാർത്ഥത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സ്കൂളിൽ വരെ പോകാത്തവൻ ശാസ്ത്രജ്ഞനായി മാറി ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ മലയാളിയുടെ ആർജവും ആ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറി എന്നിവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. സാർ, യഥാർത്ഥത്തിൽ ഗംഗയുടെ തീരത്ത് പ്രളയമുണ്ടായപ്പോൾ 10,000-കണക്കിന് മനുഷ്യ ശരീരങ്ങളും അതിൻ്റെ ഭാഗങ്ങളും JCB കൊണ്ട് കുഴികുത്തി JCB കൊണ്ട് ആ മൃതശരീര അവശിഷ്ടങ്ങൾ അതിലേക്ക് സമർപ്പിച്ച്
ഒരുമിച്ചിട്ട് മൂടുന്ന കാഴ്ച കണ്ട് മരവിച്ച മനസ്സോടെ നിൽക്കുന്ന ഇന്ത്യയുടെ മുമ്പിൽ മരണപ്പെട്ടവരെ തിരിച്ചറിയാത്ത ഏതാണ്ട് വലിയ ഒരു നമ്പർ വരുന്ന മൃതശരീരങ്ങളും അവശിഷ്ടങ്ങളും രാഷ്ട്രീയത്തിനും ജാതിക്കും ഒക്കെ അതീതമായി ചെറുപ്പക്കാരായ മനുഷ്യർ എല്ലാ ബഹുമാനങ്ങളോടും കൂടി DNA ടെസ്റ്റ് എഴുതി രേഖപ്പെടുത്തി ഓരോ കുഴികളിലേക്കും സമർപ്പിക്കുന്ന കാഴ്ച ഒരുപക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ ബൊറയിൽ നടപടികളിൽ കേരളം കാണിച്ച ലോകത്തിന് മുമ്പിലുള്ള ഒരു വലിയ മാതൃകയായി മാറുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സാർ, ആ ഘട്ടത്തിൽ തന്നെ പ്രാഥമികമായ സഹായങ്ങൾ മുതൽ എല്ലാം എത്തിക്കാൻ എല്ലാവരുടെയും സഹായത്തോടു കൂടി വലിയ ശ്രമമാണ് നടത്തിയത്. സംസ്കാരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള 10,000 രൂപയുടെ സഹായം, ദുരിതബാധിതർക്ക് അടിയന്തര സഹായം എന്ന നിലയിൽ ഇതിനകം വിതരണം ചെയ്തിട്ടുള്ള 10,000 രൂപയുടെ അടിയന്തര സഹായം, ഒരു വീട്ടിലെ 2 പേർക്ക് വീതം സമാശ്വാസ തൊഴിൽ പദ്ധതി എന്ന നിലയിൽ 300 രൂപ വീതം വിതരണം ചെയ്തത് 1,88,37,000, 817 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്ത 6,000 രൂപയുള്ള വാടക, ഇതെല്ലാം നേരത്തെ ബഹുമാനപ്പെട്ട സിദ്ദിഖ് MLA സൂചിപ്പിച്ചതുപോലെ ആ ഘട്ടത്തിൽ ചെയ്യേണ്ടതെല്ലാം എല്ലാവരും കൂടി കൂടിയാലോചിച്ച് നന്നായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മേപ്പാടിക്ക് ചൂരൽമലയ്ക്ക് വേണ്ടി ചെയ്ത സഹായങ്ങളെല്ലാം വിലങ്ങാടും അതേ സമയത്ത് തന്നെ ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സാധിച്ചിട്ടുമുണ്ട്. ഇവിടെ നമുക്കിടയിൽ ഈ ദുഃഖത്തിനിടയിൽ നിലനിൽക്കുന്ന ഒരു ആശങ്ക 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ തുടർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ്. പരാതിയല്ല, ആശങ്കയാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണത്. കാരണം അത്രമേൽ മലയാളി ചൂരൽമലയിലെ ദുരന്തത്തിനോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൻ്റെ മുമ്പാകെ വെച്ച ഒരു സന്ദേശമായിരുന്നു ഒരു ടൗൺഷിപ്പ് അവിടെ സാധ്യമാക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയാണ് അദ്ദേഹവും പ്രതിപക്ഷവും വിവിധ കക്ഷി നേതാക്കളും അതിനുവേണ്ടി നൽകിയിട്ടുള്ളത്. പക്ഷേ വയനാട്ടിൽ ഭൂമി എടുക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ഭൂമിയുടെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 81(3) പ്രകാരം എക്സെപ്ഷൻ ലഭിച്ച പ്ലാന്റേഷനുകളുണ്ട്. ലാൻഡ് റിസംപ്ഷൻ പ്രകാരം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉപയോഗിച്ചിരുന്നവർ കൈമാറിയത് ശരിയാണോ എന്ന പ്രശ്നത്തിൽ കോടതികളിൽ കേസ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതാണ് അധികവുമുള്ള ഭൂമികൾ. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കി ഇപ്പോൾ നാം നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 ഉപയോഗിച്ചുകൊണ്ട് ആ ഭൂമിക്ക് ഏറ്റവും അടുത്ത് ഈ ദുരന്തബാധിതർ ഉണ്ടായ സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്ത് നമുക്ക് കണ്ടെത്താനാകുന്ന കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പലയിലെ ഏതാണ്ട് 65 ഹെക്ടർ പ്ലാന്റേഷനും കൽപ്പറ്റ വില്ലേജിലെ എസ്റ്റോണിൽ ഏതാണ്ട് 78.73 ഹെക്ടർ ഭൂമിയും ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഏറ്റെടുത്ത് ഈ പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കണം എന്നാണ്. ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഉപയോഗിക്കാനുള്ള 2 കാരണങ്ങൾ, ഒന്ന് ലാൻഡ് റിസംപ്ഷൻ നിലകൊള്ളുന്നു എന്നുള്ളതും ലാൻഡ് അക്വിസിഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഭൂമിയുടെ അവകാശ തർക്കം മാത്രമല്ല അതിന് നേരമെടുക്കും എന്നുള്ളത് കൊണ്ടും ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഡിസാസ്റ്റർ ആക്ട് 2005 ഉപയോഗിച്ചുകൊണ്ട് ആ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനമെടുക്കുമ്പോഴും അവരുമായി കൂടി ആവശ്യമായ കൂടിയാലോചനകൾ നടത്തി ഒരു തർക്കവുമില്ലാത്ത വിധത്തിൽ ആ നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്ന് നിശ്ചയിച്ചു. സർവകക്ഷി യോഗത്തിൻ്റെ മുമ്പാകെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെച്ച നിർദ്ദേശങ്ങളിലൊന്ന് ഏറ്റവും ചുരുങ്ങിയത് 1000 സ്ക്വയർ ഫീറ്റെങ്കിലുമുള്ള ഒരു വീടായിരിക്കണം എന്നാണ്. പക്ഷേ 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരൊറ്റ വീടുണ്ടാക്കുമ്പോൾ 2ാം നില അവർക്ക് പണിയണമെങ്കിൽ അതിന് പര്യാപ്തമായ വിധത്തിൽ 2 നില കെട്ടിടത്തിന് പര്യാപ്തമായിട്ടുള്ള ഒരു തറയും നമുക്കുണ്ടാക്കാൻ കഴിയണം എന്നാണ്. നേരത്തെ ഇവിടെ നിശ്ചയിച്ചതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ ഈ ടൗൺഷിപ്പിൽ എല്ലാ വിധത്തിലുള്ള സാമൂഹിക ആവശ്യങ്ങൾക്കും ആധുനിക കാലത്തൊരു ജനതയ്ക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും പൊതു ഇടങ്ങളായി കൂടി നിർമ്മിച്ചുകൊണ്ട് ഒരു ടൗൺഷിപ്പ് എന്ന ആശയം തന്നെയാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 2 നിലവാരത്തിലുള്ള ആളുകളെ ഇവിടെ പുനരധിവസിപ്പിക്കേണ്ടി വരും. അതൊന്ന് ആക്ച്വൽ ദുരന്ത ബാധിതർ, അതായത് ഇപ്പോൾ വീടും പ്രദേശങ്ങളും കൃഷിയും എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടവർ, അതൊന്നാമത്തെ ലിസ്റ്റാണ്. 2 ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവും പ്രതിപക്ഷ നേതാവും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ ഭൗമ്യശാസ്ത്ര പഠന സംഘം കണ്ടെത്തി നോട്ട് ടു ഗോ സോൺ എന്ന് പ്രഖ്യാപിച്ച വീടവിടെ ഉണ്ടെങ്കിലും നല്ലതാണെങ്കിലും കേടുപാടുകളൊന്നുമില്ലെങ്കിലും ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് നിശ്ചയിക്കപ്പെട്ട ആളുകൾ, ഇതിനെ 2 തന്നെ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിൽപ്പെടുന്ന ആദ്യത്തെ സമ്പൂർണ്ണമായി ദുരന്തത്തിൽ പെട്ട ആളുകളുടെ ലിസ്റ്റും അവിടേക്ക് പോകാൻ പറ്റാത്തവരുടെ ലിസ്റ്റും പ്രത്യേകമായി തയ്യാറാക്കി അത് ജനങ്ങളുടെ മുമ്പാകെ പ്രസിദ്ധീകരിച്ച് ആളുകൾക്കുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കൂടി കേട്ട് ആ പ്രവർത്തനം ലിസ്റ്റായി പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് കിടക്കണം. ഒരു തർക്കവും ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. താൽക്കാലികമായ പുനരധിവാസം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആഗസ്റ്റ് 30 എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആഗസ്റ്റ് 24 പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല
പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷവും അങ്ങനെ പോകപ്പെട്ട കുടുംബങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ വയനാട്ടിൽ അസിസ്റ്റന്റ് കളക്ടറെ നോഡൽ ഓഫീസറായി നിശ്ചയിച്ചുകൊണ്ട് ഒരു പ്രത്യേക സെല്ലും നമ്മളതിൻ്റെ ഭാഗമായി കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ള സർവകക്ഷി യോഗം വിളിച്ചു എന്ന് മാത്രമല്ല, ഇതിന് ധാരാളം ആളുകൾ ഇപ്പോൾ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഭൂമി തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ, സർക്കാർ നേരിട്ട് തന്നെ നിയന്ത്രിക്കുന്നതിലേക്ക് ഓരോ പ്രസ്ഥാനങ്ങളും പണമടയ്ക്കേണ്ടതുണ്ടോ, സന്നദ്ധ സംഘടനകൾ ഇതിനു വേണ്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു യോഗം തുടർന്ന് വിളിച്ചു ചേർത്ത് അവരുടെ കൂടി അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ടറിഞ്ഞ് ഒരു പൊതുവായ ദിശയിലെത്താൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് അതിവേഗം നമ്മൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒരു കാലതാമസവും ഇതിനകത്ത് ഉണ്ടായി. ഇന്ന് 63 ദിവസം കഴിയുമ്പോഴേക്കും ഏതാണ്ട് ഭൂമി ഏത്, അവിടെ പണിയേണ്ട ഒരു പുതു ഡിസൈൻ ഏത്, അത് സർവകക്ഷികളുടെയും അഭിപ്രായം എന്ത്, ഇനി കഴിയുമെങ്കിൽ ഈ മാസം തന്നെ സന്നദ്ധ സംഘടനകളുടെ കൂടി യോഗം വിളിച്ചു ചേർത്ത് അവിടുത്തെ നടപടി ക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. സാർ, പുനരധിവാസ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ്. ആദ്യത്തെ ദിവസം രാവിലെ 4:30 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചത് മുതൽ ഏറ്റവും അടുത്ത സമയത്ത് പിന്നീട് വിളിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. ഈ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. എല്ലാവരും നമുക്കൊരു മനസ്സായി നിൽക്കാൻ കഴിഞ്ഞ, ഒരുപക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ ഇതുവരെ ആർക്കും സാധ്യമല്ലാത്ത വിധത്തിലുള്ളൊരു പുനരധിവാസ പ്രവർത്തനം എല്ലാവരും ചേർന്ന് നിർവഹിക്കാൻ കഴിഞ്ഞു. ആ പുനരധിവാസ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമല്ലാത്ത വിഷയങ്ങളും അറിയാത്ത കാര്യങ്ങളും ദയവായി പ്രസിദ്ധീകരണത്തിന് വിധേയമാക്കി ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിച്ച മലയാളത്തിൻ്റെ ഒരു നന്മയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മാധ്യമങ്ങളും ഉൾപ്പെടെ ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന വളരെ വിനീതമായ അഭിപ്രായം ഈ മരണപ്പെട്ടവരുടെ മുമ്പിലെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മഹാപ്രയത്നത്തിന് നാം ഒരു മനസ്സായി നേതൃത്വം നൽകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൂടാ. അത് കേരളം ഉണ്ടാക്കിയ ഒരു നന്മയ്ക്കെതിരായി, ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടാകില്ല. അതൊരു ഗവൺമെൻറ് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് 99 പേരുള്ള ഭരണപക്ഷമോ 41 പേരുള്ള പ്രതിപക്ഷമോ അല്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും പക്ഷമില്ലാത്തവരും അടക്കം 3.5 കോടി വരുന്ന മലയാളിയും അവരെ സഹായിക്കാൻ തീരുമാനിക്കുന്നവരും ഒത്തുചേരുന്ന ഒരു മുന്നേറ്റത്തിന് ദോഷകരമായി ഭവിക്കും എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മലയാളിയുടെ നന്മ തിരിച്ചറിഞ്ഞ ഘട്ടമാണ് സാറിത്. ജൂലൈ 30-ാം തീയതി ആസ്റ്റർ മെഡിസിറ്റിയിൽ മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾക്കിടയിലൂടെ അംഗഭംഗങ്ങൾ വന്നവരും തലേന്ന് രാത്രി കിടങ്ങുന്നിറങ്ങുന്ന നേരത്ത് ഒരുമിച്ചുണ്ടായവരെ കാണാതായി അന്വേഷിക്കുന്ന നടത്തുന്നവരുടെയും ഇടയിലൂടെ പോയപ്പോൾ ഒരു പെൺകുട്ടി, മന്ത്രി എന്ന നിലയിൽ നേരത്തെയും ഇതുവരെയും പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി ഒരു സന്ദേശം അയക്കുകയുണ്ടായി വാട്സപ്പിൽ. സാർ, ഈ സഭയിൽ അത് പറയണം എന്നെനിക്ക് തോന്നുന്നു. ആ സന്ദേശം 3 വരികളാണ്. എന്നെക്കാൾ പ്രായം കുറഞ്ഞതാണെങ്കിലും ഒരു കുഞ്ഞിനെ പ്രസവിച്ചതുകൊണ്ട് അമ്മ എന്ന മഹനീയമായ പദത്തിന് അവകാശം കിട്ടിയ ഒരു പെൺകുട്ടി എഴുതിയ ഒരു സന്ദേശമായിരുന്നു അത്. ആ വരി 3 സാർ, വാർത്തകൾ കണ്ട് കരള് പിടയുകയാണ്. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ ഒറ്റപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ ഒറ്റപ്പെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായി ഒരമ്മ വിളിപ്പാടകലെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങ് അവരെ അറിയിക്കണം. സാർ, അതാണ് മലയാളത്തിൻ്റെ നന്മ. എവിടെയോ ഒരു കുട്ടി, രക്തബന്ധമില്ലാത്ത, പേരറിയാത്ത, സ്ഥലമറിയാത്ത മേഖലയിലൊരു കുട്ടി മുലകുടിക്കാൻ പറ്റാതെ ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ മാറു ചുരത്താൻ തയ്യാറായ മലയാളത്തിൻ്റെ മാതൃത്വത്തിന് നേരെ തെറ്റായ വാർത്തകളോ തെറ്റായ പ്രചരണങ്ങളോ നടത്തി ഒരു വരി പോലും നമുക്ക് ബുദ്ധിമുട്ടിച്ചുകൂടാ. നമുക്ക് ഈ പ്രവർത്തനത്തിൽ ഒരുമിച്ച് പോകണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം നേരത്തിന് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കേരളം ലഭ്യമാക്കിയിട്ടുണ്ട്. അത് വൈകുന്നു എന്ന അംഗങ്ങളുടെ അഭിപ്രായത്തിനോട് ചേർന്ന് നിൽക്കുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും കൂടി ദുരന്തത്തിൻ്റെ ദുഃഖത്തിലാണെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. നമ്മൾ ഒരു മനസ്സായി നിന്നുകൊണ്ട് എന്തു വില കൊടുത്തും ചൂരൽമലയെ, അവിടുത്തെ മനുഷ്യരെ, അവിടുത്തെ മനുഷ്യജീവിതങ്ങളെ, അവരുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. എല്ലാ നല്ല മനസ്സുകളുടെയും സഹായത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രകടിപ്പിച്ചതുപോലെ എല്ലാവരുടെയും ഓർമ്മകളുടെ മുമ്പിൽ ശിരസ്സു നമിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഓർഡർ. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ അടുത്ത കാലത്തുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടവരുള്ള ആദര സൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.